ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ, ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി വളരെ പവർഫുള്ളായ ഒരു വ്യക്തിയാണ്. നമ്മുടെ രാജ്യത്തുള്ള നോർത്ത് ഈസ്റ്റിലെ ഒരു ഹീറോ. നോർത്ത് ഈസ്റ്റിലെ വളരെ പവർഫുള്ളായ ഒരു നേതാവാണ്. ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മ. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായി ഇവിടെ വരാൻ പോകുന്നത് പ്രസിദ്ധനായ പത്രപ്രവർത്തകൻ പ്രദീപ് സിംഗ്. ഇന്നത്തെ നമ്മുടെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജി ശ്രീ പ്രദീപ് സിംഗിന്റെ അനുവാദം നമുക്ക് ആദ്യം ചോദിക്കാം. അദാലത്തിലെ നടപടികൾ ആരംഭിക്കാവുന്നതാണ്. ഹിമന്ത് സർ, താങ്കളുടെ മേൽ കുറ്റാരോപണങ്ങൾ ചുമത്തുന്നതിന് മുൻപ് നമുക്കെല്ലാവർക്കും ഹിമന്ത ബിശ്വ ശർമ്മയുടെ പൊളിറ്റിക്കൽ കരിയർ ഒന്ന് നോക്കാം. ഭാരതത്തിന്റെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ ഹിമന്ത ബിശ്വ ശർമ്മ എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന ഒരു പവർഫുൾ പൊളിറ്റിക്കൽ ലീഡറാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഡിമാൻഡ് രാജ്യം മുഴുവനും പ്രസിദ്ധമായിരിക്കുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ 2 വർഷങ്ങളായി ആസാമിന്റെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ രാജ്യത്ത് എവിടെ ഇലക്ഷൻ നടന്നാലും ഹിമന്ത ബിശ്വ ശർമ്മയെ BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന രീതിയിൽ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഒരു ഫയർ ബ്രാൻഡ് സ്റ്റുഡന്റ് ലീഡറായിട്ടാണ് ആരംഭിച്ചത്. ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ഹിതേശ്വർ സൈക്യ ഹിമന്ത ബിശ്വ ശർമ്മയെ കോൺഗ്രസിൽ ചേർക്കുന്നു, സുപ്രധാന പദവികളും നൽകുന്നു. ഹിമന്ത ആസാം നിയമസഭാ ഇലക്ഷനിൽ ആദ്യത്തെ പ്രാവശ്യം തോറ്റുപോകുന്നു. 2001 മുതൽ ഇന്ന് വരെ അദ്ദേഹം ചലുക് ബാരി നിയോജക മണ്ഡലത്തിൽ നിന്നും 5 പ്രാവശ്യം തുടർന്ന് വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു. ആസാമിൽ തരുൺ ഗൊഗോയുടെ കോൺഗ്രസ് ഭരണത്തിൽ ഹിമന്ത 3 പ്രാവശ്യം ക്യാബിനറ്റ് മിനിസ്റ്ററായി പദവി വഹിച്ചു. ആരോഗ്യമന്ത്രിയായി ഇദ്ദേഹം വളരെ ശ്രേഷ്ഠമായ പ്രവർത്തികളാണ് ചെയ്തത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം നോർത്ത് ഈസ്റ്റിലെ കോൺഗ്രസിന്റെ മുഖമായി മാറി. പക്ഷേ 2015-ൽ ഹിമന്ത ബിശ്വ ശർമ്മ BJPയിലേക്ക് ചേക്കേറുന്നു. ആസാമിൽ BJP ഭരണത്തിൽ വരുന്നു. അങ്ങനെ 2021-ൽ ഇദ്ദേഹത്തെ BJP ആസാമിന്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. ഗുവാഹട്ടി ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും ഗ്രാജുവേഷനും യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റും ലഭിച്ച ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റി. ഇദ്ദേഹം ഇന്ന് ആപ്കി അദാലത്തിൽ സ്വയം വാദിക്കുവാൻ വന്നിരിക്കുകയാണ്. ശരി, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം ഒരു അവസരവാദിയാണ് എന്നുള്ളതാണ്. ഹിമന്ത സർ, ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേൽ താങ്കളുടെ പഴയ സുഹൃത്ത്. അദ്ദേഹം ചോദിക്കുന്നത് താങ്കൾക്ക് കോൺഗ്രസ് പാർട്ടി എന്തെല്ലാം നൽകിയില്ലെന്ന്. ശരി, എന്തൊക്കെയാ കൊടുത്തത്? ഭരണം കിട്ടിയപ്പോ മന്ത്രിയാക്കി, എന്ത് നേതാവാക്കി. രജത് സർ, മന്ത്രിയെ ജനങ്ങളാണ് ഉണ്ടാക്കുന്നത്. MLA ഒക്കെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ കോൺഗ്രസ് എന്ത് ചെയ്തെന്നാ പറയുന്നത്? ഞങ്ങൾ നന്നായിട്ട് ജോലി ചെയ്തില്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ വരത്തില്ല. അല്ല, അദ്ദേഹം പറയുന്നത് താങ്കൾ 22 വർഷം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്ന്. താങ്കൾ ലീഡർ ആയത് തന്നെ കോൺഗ്രസിൽ നിന്നാണെന്ന്. പക്ഷെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ചാൻസ് കിട്ടിയപ്പോൾ നേരെ BJPയിലേക്ക് പോയെന്ന്. എന്ത് ചെയ്യാനാ? ഞാൻ എന്റെ ജീവിതം തന്നെ കോൺഗ്രസിനാണ് കൊടുത്തിരിക്കുന്നത്. അതിനപ്പുറം അവരെന്താ കൊടുത്തത്? പിന്നെന്താ കോൺഗ്രസ് വിട്ടത്? വിടേണ്ട സമയം വന്നു, അതുകൊണ്ട് വിട്ടു. എനിക്ക് എന്റെ സംസ്ഥാനമാണ് പ്രധാനം. എന്റെ സംസ്ഥാനം ആസാം. അതുകൊണ്ട് ആസാമിന്റെ നന്മയ്ക്ക് വേണ്ടി കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വരേണ്ടി വന്നു. ചിരിച്ചുകൊണ്ട് തന്നെ പുറത്തു വന്നു. അല്ല, കോൺഗ്രസിലുള്ള സമയത്ത് അമ്മ സോണിയാഗാന്ധി, ചേട്ടനാണെങ്കിൽ രാഹുൽ ഗാന്ധി. എന്റെ അമ്മയുടെ പേര് മിലാമിലിനി ദേവിയാണ്. ഞാൻ ഒരിക്കലും സോണിയാഗാന്ധി എന്റെ അമ്മയായിട്ട് കണ്ടിട്ടില്ല. സോണിയാഗാന്ധി നല്ലതാണ്, അവർ വലിയൊരു നേതാവുമാണ്. പക്ഷെ ഈ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഗാന്ധി കുടുംബത്തിന് എന്നെ ദ്രോഹം ചെയ്യുന്നു എന്ന്. സർ, ഈ ഗാന്ധി കുടുംബത്തിനും ഹിമന്ത ബിശ്വ ശർമ്മയുടെ കുടുംബത്തിനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? നിങ്ങളും ഒരു കുടുംബമാണ്, രജത് ശർമ്മയുടേതും ഒരു കുടുംബമാണ്. ദേ ആർ നോട്ട് ഓൺ ഹയർ പെഡസ്റ്റർ. ഇല്ല, അവരെപ്പോഴും ഹയർ പെഡസ്റ്ററിലുള്ള ആൾക്കാരല്ല. അവരൊക്കെ അങ്ങനെ വിചാരിക്കുന്നു.
നമുക്കങ്ങനെ തോന്നില്ലെന്നേ. എന്തെന്നാൽ ഞങ്ങൾ സംസാരിച്ച് നടത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് അവര് അങ്ങനെയാ ഇങ്ങനെയാണെന്നൊന്നും തോന്നില്ലെന്നേ. അവര് എന്നെക്കാളും ഞാൻ ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നോ അവരെക്കാളും അധികം ഹയർ പ്രൊഡക്ഷനിൽ ഇരിക്കുന്ന ഇല്ല സർ, ഒരുമ. ഞാൻ കേട്ടത് ആ കാലത്ത് താങ്കൾ സോണിയാഗാന്ധിയോട് വളരെ ക്ലോസ് ആയിരുന്നു, രാഹുൽ ഗാന്ധിയോട് ക്ലോസ് ആയിരുന്നു. പിന്നെ നോർത്ത് ഈസ്റ്റിൽ എന്തെങ്കിലും, അസാമിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നടക്കുമ്പോൾ താങ്കൾ സോണിയാഗാന്ധിയുടെ അടുത്തും രാഹുൽ ഗാന്ധിയുടെ അടുത്തും ആ കാര്യങ്ങളെല്ലാം പറയാറുണ്ടായിരുന്നു. സോണിയാഗാന്ധിയുമായിട്ടുള്ള എൻ്റെ റിലേഷൻ നന്നായിരുന്നു. അതുകൂടാതെ മിസോറാമിലെ ഇലക്ഷനിൽ നിങ്ങൾ പോയി ജോലി ചെയ്യുമെന്ന് പറയും, മണിപ്പൂരിലെ ഇലക്ഷനിലും നിങ്ങൾ പോയി ജോലി ചെയ്യുമെന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞെല്ലാം ചെയ്തു. അന്നൊരിക്കൽ ഞാൻ സോണിയാഗാന്ധിയെ കണ്ട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു, ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കേണ്ട സമയം നിങ്ങൾ തീരുമാനിക്കുകയെന്ന്. പക്ഷെ അവരെന്ന് തീരുമാനിച്ചില്ല. അതിനുശേഷം അവർക്ക് എങ്ങനെയാ വാല്യൂ കൊടുക്കേണ്ടത്? അപ്പോൾ താങ്കൾ രാഹുൽ ഗാന്ധിയെ കണ്ട് സംസാരിക്കാമായിരുന്നു. അവരോട് ഞാനെന്തിനു ചോദിക്കുന്നത്? രാഹുലല്ലേ എൻ്റെ വീട്ടിലേക്ക് വരേണ്ടത്, ഞാനെന്തിനാ അവരുടെ വീട്ടിലേക്ക് പോകണം? അതിന്റെ ആവശ്യമുണ്ടോ? പറയും. ഞങ്ങൾ പോവും വരും, എല്ലാവരും വീട്ടിലല്ലേ പോവാറ്. പക്ഷെ രാഹുലിന്റെ വീട്ടിൽ പോയാലും സോണിയാജിയുടെ വീട്ടിൽ പോയാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സോണിയാജിയും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, രാഹുൽജിയും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അല്ല, രാഹുൽ ഗാന്ധിയെ താങ്കൾ കാണാൻ പോയപ്പോൾ അദ്ദേഹം താങ്കളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ നായയാണ് ശ്രദ്ധിച്ചത്. ഇല്ല, ആ കഥ മനസ്സിലാകണമെങ്കിൽ എൻ്റെ ആംഗിളിൽ കേട്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. രാഹുൽ ഗാന്ധി ഞങ്ങൾ എല്ലാവരോടുമാണ് വരാൻ പറഞ്ഞത്, എന്നെ മാത്രമല്ല. ആരെ വിളിച്ചത്? ധരൺ കോക്കോയാണ് വിളിച്ചത്. ആരെ വിളിച്ചു? CP കോക്കോയെ വിളിച്ചു. ഇപ്പൊ അവര് രാജസ്ഥാൻ അസംബ്ലിയിലെ സ്പീക്കറാണ്. എന്നെ വിളിച്ചു. അതുമാത്രമല്ല, അസമിലെ PCCയുടെ നേതാവ് അഞ്ജൻ ദത്തജിയും വിളിച്ചു. ഞങ്ങള് റൂമിലേക്ക് പോയി സംസാരം ആരംഭിച്ചു. ശരിക്കും ഒരു 5 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം അവരുടെ നായ് വന്നു. അതായത് ഏത് ടേബിളിലാണോ ഞങ്ങൾക്ക് ചായയും ബിസ്ക്കറ്റും തന്നത് അതേ ടേബിളിലിരുന്ന് നായയും കഴിക്കാൻ ആരംഭിച്ചു. ഞാൻ 3 പേരെയും നോക്കി. 3 പേരും സന്തോഷത്തോടെ ടേബിളിലിരുന്ന് കഴിക്കുകയായിരുന്നു. എനിക്ക് എന്തോ പോലെയായി. ഞാൻ ആദ്യമായിട്ടായിരുന്നു പോയിരുന്നത്. അവരുടെ കൾച്ചറെ നായന്റെ കൂടെ ഒരേ ടേബിളിലിരുന്ന് കഴിക്കുന്നെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അവരോട് ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും സെറ്റാവില്ലെന്ന്. എന്നെ കൊണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റില്ലെന്നേ. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ശരി ഇനി വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം രാഹുൽ ഗാന്ധി ആ നായയോടൊപ്പം ഉള്ള ഒരു വീഡിയോ എടുത്ത് അതേ നായ തന്നെ. അതേ നായ തന്നെ. പക്ഷെ അദ്ദേഹം ആ വീഡിയോ ഇട്ടപ്പോൾ ആളുകൾ താങ്കളുടെ പേര് എഴുതി, അതായത് കോൺഗ്രസിലുള്ളവരാണ്, ഇതാ നോക്കൂ ഈ നായ് താങ്കളെക്കാൾ വിശ്വാസമുള്ളതാണെന്ന് എഴുതി. ഇതാ നോക്ക്, ആ വിശ്വാസം എന്നുള്ളൊരു വാക്ക് എവിടുന്ന് വന്നു? എന്താ വിശ്വാസമായിട്ടിരിക്കാനാണോ നമ്മൾ പാർട്ടിയിൽ ചേരുന്നത്? വിശ്വാസം എന്ന് വെച്ചാൽ എന്താ? ഇവരാണ് എനിക്കത് പറഞ്ഞു തരുന്നേ. ഇവിടെ നോക്ക്, നോക്കൂ അവർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇത് ഞാൻ വേറെ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. പറയൂ. രാഹുൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കളീഗാണ്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിന് വേണ്ടിയല്ലേ വിശ്വാസമായിട്ടിരിക്കേണ്ടത്? വീണ്ടും വീണ്ടും ഈ കോൺഗ്രസ്സുകാരുണ്ടല്ലോ, അവരുടെ തലയിൽ എന്താന്ന് പോലും അറിയില്ല. വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ചിലപ്പോൾ രാഹുൽ സാറിന്റെ അടുത്തുനിന്ന് കടം വാങ്ങിയിട്ടുണ്ടാവും. ഞാൻ ആരുടെ അടുത്തും കടം വാങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ എന്തിനാ അവരോട് വിശ്വാസമായിട്ടിരിക്കണം? ഇതാ നോക്കൂ, പൊതുവായിട്ട് എല്ലാവരും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ കോൺഗ്രസിന്റെ ഈ സ്ഥിതിക്ക് കാരണം ഗാന്ധി കുടുംബമാണെന്നാണ് പറയുന്നത്. ഇന്ന് ഇത്രയും വോട്ട് കിട്ടുന്നതിന് കാരണം രാഹുൽ ഗാന്ധിയുടെ കുടുംബമാണെന്ന്. കോൺഗ്രസ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിക്കാണ്. ആ പേര് ഹൈജാക്ക് ചെയ്തോണ്ടിരിക്കുക. ഇന്നുള്ള കോൺഗ്രസ് ഉണ്ടല്ലോ, ഈ രാഹുൽ ഗാന്ധി ഒരു പേരിന് വേണ്ടി ഗാന്ധി പേര് വെച്ചിരിക്കുക. ആ ടൈറ്റിൽ ഹൈജാക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ? സോണിയാഗാന്ധി അവരുടെ പേരിൽ നിന്ന് ഗാന്ധി പേര് കട്ട് ചെയ്തു. കോൺഗ്രസ് ഉണ്ടാവോ പിന്നെ? ഇന്നുള്ള കോൺഗ്രസ് ഉണ്ടല്ലോ, ദേ ആ പിക്ചറുള്ള മഹാത്മാവായ മഹാത്മാഗാന്ധി ഉണ്ടാക്കിയ കോൺഗ്രസ് ആണ്. അതില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് എവിടെ ഉണ്ടാകും? ഗാന്ധിയുടെ കുടുംബം തന്നെയാണ്. പക്ഷേ ആ ഗാന്ധിയുടെ കുടുംബമല്ല ഈ ഗാന്ധിയുടെ കുടുംബം. ഇത് മഹാത്മാഗാന്ധിയുടെ കുടുംബമാണ്. ഇല്ല ഹിമന്ത് സാർ, പക്ഷേ ഇല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് ഡിസ്പ്യൂട്ട് ചെയ്യും. ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യാം. എന്താ നിങ്ങൾ എന്ത് ചെയ്ത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നു ഞാൻ നോക്കട്ടെ. ഡിസംബർ 24 ഹിമന്ത ബിശ്വ ശർമ്മ ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നു. അതില് എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ, രാഹുൽ ഗാന്ധി വിൽ ബി പ്രൈം മിനിസ്റ്റർ ഓഫ് ദി ഇന്ത്യ ഇൻ അപ്രോപ്രിയേറ്റ് ടൈം. അന്ന് അപ്പോ മോദി സാറില്ലല്ലോ. 2014 മോദിജി പിക്ചറിലേക്ക് തന്നെ വന്നത്.
ആ സമയത്ത് ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചത്. 2010 എന്റെ വയസ്സെത്രയാ? ഞങ്ങളും അങ്ങനെ തന്നെയാ വിചാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യമേ തന്നെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ കുട്ടി, അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഞാനിരുന്നത്. ഞാനൊരിക്കലും സത്യത്തെ മറച്ചു വെക്കുന്നില്ല. എല്ലാവരും വേറൊരു പാർട്ടിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ പഴയ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? ഞാൻ എൻ്റെ ഒരു പഴയ ട്വീറ്റും ഡിലീറ്റ് ചെയ്തിട്ടില്ല. എന്റെ ട്വീറ്റിലുള്ള കാര്യങ്ങളാണ് അവൻ എടുത്തെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നെ ആർക്കും അത്ര അറിയത്തില്ലായിരുന്നു. ഡേ എ നൈറ്റ് ഐ കുഡ് ഡിലീറ്റ് അറ്റ് ഓൾ മൈ ട്വീറ്റ്സ്, ദ ഓൾഡ് ട്വീറ്റ്സ്. ബട്ട് ഞാൻ എന്താ ട്വീറ്റ്സ് ഡിലീറ്റ് ചെയ്യാത്തെന്ന് വെച്ചാൽ, അല്ല, എന്റെ കുട്ടികൾക്കും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഇതാ നോക്ക്, നിങ്ങളുടെ അച്ഛൻ 2010 എന്താണോ ചിന്തിച്ചത് ഇന്ന് എന്താണോ ചിന്തിക്കുന്നത്? നമ്മുടെ നാട് പോലും 2010 അങ്ങനെയാണ് ചിന്തിച്ചത്. ഇന്ന് ഭാരതം വേറെ രീതിയിൽ ചിന്തിക്കുന്നു. ദിസ് ഈസ് ദ ചേഞ്ചിങ് പിക്ചർ ഓഫ് ഇന്ത്യ. എന്റെ ട്വീറ്റ് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ നോക്കൂ, താങ്കളോടൊപ്പം കോൺഗ്രസിൽ ഉണ്ടായിരുന്ന പഴയ സുഹൃത്തുക്കൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാ, താങ്കളുടെ പേര് ധാരാളം കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇതാ നോക്കൂ, പവൻ തേട ഒരു എക്സാമ്പിൾ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു നാരദ സ്കാമിലുണ്ട്, ശാരദ സ്കാമിലുണ്ട്, എല്ലാത്തിലും താങ്കൾക്ക് പങ്കുണ്ടെന്ന്. പക്ഷേ ഇന്ന് ഇത് ഫെയർ ആൻഡ് ലവ്ലിയാ മാറിയിരിക്കുന്നു. നോക്ക്, നിങ്ങളോട് ഞാൻ 2 കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ, കോൺഗ്രസിലെ ഒരു സുഹൃത്തുക്കൾ പോലും എനിക്കെതിരായിട്ട് സംസാരിക്കാറില്ല. അവരെല്ലാം എന്റെ സുഹൃത്തുക്കളാണ്, ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളാണ്. ആരും എനിക്കെതിരായിട്ട് ഒന്നും സംസാരിക്കാറില്ല. സെക്കൻഡ്, എന്റെ പേരിൽ എന്ത് കേസാണുള്ളത്, ഏത് നാട്ടിലാണുള്ളത്, ഏത് കോർട്ടിലാണുള്ളത്, എന്തെങ്കിലും എക്സാമ്പിൾ പറയുന്നേ. ചിലപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാലോ, താങ്കളും ബീവറേജിൽ അഴിമതി കാണിച്ചെന്ന്. പക്ഷേ അതിന് ആധാരം കാണിക്കണമല്ലോ. എന്റെ കേസ് എവിടെ? ഞാൻ അത് ചോദിച്ച് ഭ്രാന്തായിരിക്കുക. സാറേ, ആ കേസ് നമ്പറെങ്കിലും ഒന്ന് പറ. ഞാനും പോയി ഓഫീസറോട് ചോദിച്ചതാ. അദ്ദേഹം പറയുന്നു നാരദ സ്കാമില് CBI റെയ്ഡ് നടന്നെന്ന്. ഇത് നോക്ക്, CBI എന്നെ വിളിച്ചു ആസ് എ വിറ്റ്നസ്. കോർട്ടിൽ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു. ഹിമന്ത ബിശ്വ ശർമ്മയാണ് വിറ്റ്നസ് എന്ന്. വൈൽ ഐ വാസ് ഇൻ കോൺഗ്രസ്, നോട്ട് മീൻ ഐ വാസ് ഇൻ BJP. അതുകൊണ്ട് ഞാൻ BJPയിൽ ചേർന്നെന്ന് നിറയെ പേർ പറയുന്നു. ഇവിടെ നോക്ക്, എന്നെ CBI വിചാരണ ചെയ്തത് 2014 2015 ബിഗിനിങ് ജാനുവരിയിൽ CBI എന്താ പറഞ്ഞത്? ഇവർ അക്യൂസ്ഡ് അല്ല, വിറ്റ്നസ് ആണെന്നാ പറഞ്ഞത്. ഫെബ്രുവരിയിൽ ഞാൻ സോണിയാഗാന്ധിയുടെ കയ്യിൽ പേപ്പർ കൊടുത്തു. ഇത് നോക്ക് മേഡം, ഞാൻ ക്ലീൻ എന്ന് പറഞ്ഞു. അതിനുശേഷവും നിങ്ങൾ എന്റെ പ്രോബ്ലം റിസോൾവ് ചെയ്തിട്ടില്ല. പിന്നെ ആഗസ്റ്റിൽ പോയി ഞാൻ BJPയിൽ ചേർന്നു. വെൻ ഐ ജോയിൻ BJP, ആ സമയത്താണെങ്കിൽ എന്റെ പേരിൽ ഒരു കേസും ഇല്ല. ഇപ്പോഴും കേസില്ല. ഇനിയുള്ള കാലത്തും എന്റെ പേരിൽ ഒരു കേസ് ഉണ്ടാവുമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ലൂയിസ് ബർഗർ കേസും താങ്കളുടെ പേരിലുണ്ടല്ലോ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോയി ഫ്രോണ്ടൽ ഗോഹത്തിൽ കേസ് കൊടുത്തു. കോൺഗ്രസിന്റെ നേതാവ് ഇതൊക്കെ കെട്ടുകഥകളാണ്. ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥമെന്ന്. എന്റെ പേര് തരുൺ ഗൊഗോയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. എന്റെ പേരിൽ ലൂയിസ് ബർഗർ കേസുണ്ടെന്ന്. ഞാൻ ഗുവാഹട്ടി സെഷൻ കോർട്ടിൽ കേസ് കൊടുത്തു. ഞാൻ എന്താ പറഞ്ഞത്? സാറേ, എന്റെ കേസ് നമ്പർ മാത്രം താ, ഞാനൊന്ന് നോക്കട്ടെ എന്റെ കേസെന്ന്. പക്ഷേ ഗോഗോയ് സാറിന് എന്റെ കേസിന്റെ നമ്പർ പോലും തരാൻ പറ്റുന്നില്ല. അതിനുശേഷം കോർട്ട് ഗോഗോയ് സാറിന് ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുന്നു. അതായത് ഇവർക്കെതിരായി ഒന്നും പറയാൻ പാടില്ലെന്ന്. അതായത് കേസ് നമ്പർ കിട്ടുന്നവരെ ഒന്നും സംസാരിക്കാൻ പാടില്ലെന്ന്. ഇപ്പൊ നോക്ക്, നമ്മുടെ വായിൽ തോന്നിയത് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവർക്കെതിരായിട്ട് അതുണ്ട്, ഇതുണ്ട്, പിന്നെ ട്വീറ്റ് വരും, ട്രോള് വരും, പിന്നെ എല്ലാം വരും. പക്ഷേ ആപ്കി അദാലത്തിന്റെ മുമ്പിൽ ഞാൻ തെളിയിച്ചു പറയുകയാണ്, എന്റെ മേലെ എന്ത് കേസാണുള്ളതെന്ന് പറയുന്നേ. എന്തെങ്കിലും പേപ്പർ കാണിക്കേ. നോക്കൂ, ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ അതൊന്നും കണ്ട് പേടിക്കുന്ന ആളല്ല. ഇല്ലെന്ന്, ഞാൻ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ ജീവിക്കുന്ന ആളല്ല. ഇതാ നോക്ക്, ഞാൻ വീണ്ടും പറയാണ്, കോൺഗ്രസിനെ പേടിക്കുന്ന ഒരാളല്ല ഞാൻ. കോൺഗ്രസിനെ പേടിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഇല്ല, കേട്ടിടത്തോളം ഒരാൾ മാത്രമേ അങ്ങനെ പറയാറുള്ളൂ, രാഹുൽ ഗാന്ധി. ഇത് നോക്ക്, രാഹുൽ ഗാന്ധിയുടേത് വേറൊരു സിസ്റ്റാണ്. അവര് പേടിക്കത്തില്ല. എന്തെന്നാൽ അവർ കോടതിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതല്ലേ. നിങ്ങൾ ഇന്ന് തന്നെ നോക്ക്. അല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയെങ്കിലും പറയട്ടെ, അതായത് നിങ്ങൾ ഏത് സ്കാമിന്റെ പേര് പറഞ്ഞാലും ആ സ്കാമിന്റെ എലിജിബിലിറ്റി അങ്ങനെ നടന്നാൽ തന്നെ അത് ഗോഗോയ് സാറിന്റെ പാർട്ടിയിലേ നടക്കൂ. അങ്ങനെയാണെങ്കിൽ അവരുടെ പാർട്ടിയെ തന്നെയല്ലേ കുറച്ച് കാണുന്നത്. ഇല്ല സർ, രാഹുൽ ഗാന്ധി താങ്കളുടെ പേര് പറഞ്ഞു, അതോടൊപ്പം അദാനിയുടെ പേര് പറഞ്ഞു. പലർക്കും ഇതിൽ സംബന്ധമുണ്ടെന്നും ഞാനും രാഹുൽ ഗാന്ധിയെ കുറിച്ച് ദിവസവും ട്വീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അവര് പറയുന്നത് 20,000 കോടി രൂപയുടെ. നിങ്ങൾ രാഹുൽ ഗാന്ധി എന്റെ പേരിൽ ട്വീറ്റ് ചെയ്തത് കണ്ടിട്ടുണ്ട്. അതേപോലെ ഞാൻ രാഹുൽ ഗാന്ധിയുടെ പേരിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താ നിങ്ങൾ കാണാത്തത്? നിങ്ങൾ എന്തിനാണ് ഗാന്ധിയുടെ ആൾക്കാരെ തലയ്ക്ക് മേലെ വെച്ചിരിക്കുന്നത്?
കാരണം അവർ 60 വർഷം ഈ രാജ്യം ഭരിച്ചവരാണ്. എന്താണ് ചെയ്തത്? നാടിനെ നശിപ്പിക്കുന്നതാണോ? നോക്കൂ, അവർ താങ്കളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല. കാരണം ഗുലാം നബി ആസാദ് അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയിരുന്നു, അദ്ദേഹം അവരോട് ഹിമന്ത ബിശ്വാസിനെ മുഖ്യമന്ത്രിയാക്കൂ അല്ലെങ്കിൽ അദ്ദേഹം പോകുമെന്ന് പറഞ്ഞിരുന്നു. പോയാ പോട്ടെന്ന് പറഞ്ഞതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതെ, അവരങ്ങനെയേ പറയുള്ളൂ. ആരെങ്കിലും പോകുന്നുണ്ടെ പോയിക്കോ, അപ്പോഴല്ലേ തനിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവരുടെ ലെവലിൽ തന്നെ അറിയാത്ത ആൾക്കാർ നിറയുണ്ടല്ലോ. ഇപ്പോ എല്ലാവരും പാർട്ടിയിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം അവർ തന്നെ പാർട്ടി വിട്ട് പുറത്തു പോകാൻ പറയും. അതുകൊണ്ട് തന്നെ എല്ലാ കയറുന്നവരൊക്കെ കേറിക്കോ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ താങ്കൾ എപ്പോഴെങ്കിലും രാഹുൽ ഗാന്ധിയെ കണ്ടിട്ട് ഇതെല്ലാം സംസാരിക്കണമെന്ന് കരുതിയിട്ടുണ്ടോ? ഇതാ നോക്ക്, എനിക്ക് രാഹുൽ ഗാന്ധിനെ ചെറുപ്പത്തിലേ അറിയാം. ആൻഡ് ഐ വാസ് നെവർ ഇംപ്രസ്ഡ് ബൈ ഹിസ് മെറിറ്റ്സ്. അതുകൊണ്ട് ഞാൻ കോൺഗ്രസിൽ ഉണ്ടെങ്കിലും ഞാൻ 10 പ്രാവശ്യം സോണിയാഗാന്ധിയെ പോയി കാണാറുണ്ട്. പക്ഷെ ഞാൻ രാഹുൽ ഗാന്ധി അങ്ങനെ കാണാറില്ല. അതായത് ഐ വാസ് നെവർ ഇംപ്രസ്ഡ് ബൈ ഹിസ് മെറിറ്റ്സ്, ഹിസ് സ്പീച്ച്, ഹിസ് ആർഗ്യുമെന്റ്സ്, ലോജിക്, ഹിസ് കപ്പാസിറ്റി ടു ഡു പബ്ലിക് സർവീസ്. ആരാണോ ജനങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാത്തത് അവർക്ക് ഒരു കാലത്തും ഈ ഭാരതനാടിന്റെ തലവനാവാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പൊ എല്ലാവരും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം വളരെ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവായി മാറിയെന്നാണ്. ഇതാ നോക്ക്, നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ട്. രാഹുൽ ഗാന്ധി ലണ്ടനിൽ പോയി വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി വലിയൊരാളായെന്ന് പറയും. പിന്നെ ഭാരതയാത്ര നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ രാഹുൽ ഗാന്ധി മെച്ചൂർഡായെന്നും പറയും. 55-ാമത്തെ വയസ്സിൽ ആരാണ് മെച്ചൂരിറ്റി ആവുന്നത്? ഇപ്പൊ മെച്ചൂരിറ്റി ആവേണ്ട വയസ്സ് എന്റെ മകന്റേതാണ്. അല്ലാണ്ട് ഇപ്പൊ ആയി എന്ന് പറയാൻ വയസ്സ് 60 ആയല്ലോ. സന്യാസത്തിന് പോകേണ്ട സമയമായി. നമ്മുടെ സനാതന പ്രകാരം അങ്ങനെയല്ലേ പറയാറ്. ഇപ്പം കൂടി നിങ്ങൾക്ക് മെച്ചൂരിറ്റി ആവാൻ സമയം വേണമെങ്കിൽ പറ, ഇഫ് എ പേഴ്സൺ ടേക്ക് 55 years ബിക്കം മെച്ചൂർഡ് ഓൺലി. അപ്പൊ പിന്നെ ജോലി എപ്പോഴാ ചെയ്യാ? നിങ്ങൾ നിങ്ങളുടെ മകന് ഇത്രയും ദൂരം കൊടുക്കാറുണ്ടോ? അതും 55 വർഷം? സോണിയാഗാന്ധി മേഡത്തെ ഞാൻ തൊഴുന്നു, നമസ്കരിക്കുന്നു. അവരുടെ മകനെ മെച്ചൂർഡാവാൻ 55 വർഷം കൊടുത്തിരിക്കുകയാണ്. അതിനെപ്പറ്റി പറ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ട്രക്ക് ഡ്രൈവേഴ്സിനെ കാണുന്നു. അവർക്ക് ഇതെല്ലാം ഒരു കളിയാണ്. നിങ്ങൾക്ക് കാണാമെങ്കിൽ എപ്പോഴേ കാണായിരുന്നില്ലേ? എന്തുകൊണ്ട് കണ്ടില്ല? അച്ഛൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നില്ലേ? ഇപ്പൊ എന്തു പറ്റി? ആസാമിലെല്ലാം ഡ്രഗ് ഡ്രൈവറെല്ലാം പുതിയതായിട്ട് വന്നല്ലോ. നിങ്ങൾ കാണണമെന്ന് ശരിക്കും വിചാരിച്ചിരുന്നെങ്കിൽ ഈ 60 വർഷത്തിനിടെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല? അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഈ ഡ്രഗ് ഡ്രൈവേഴ്സിന്റെ ജീവൻ തന്നെ മാറിയനെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പഠിച്ചില്ലേ? ഇവിടെ നോക്ക്, ഒരാൾ ഒരു ഉയർന്ന നിലയിലേക്ക് എത്താൻ തന്നെ ഇത്രയും വർഷങ്ങൾ എടുത്തു. അപ്പോഴേക്കും ഇന്ത്യ ഡിജിറ്റലിലേക്ക് മാറിക്കഴിഞ്ഞു. അത്രയും സമയം നമുക്ക് കൊടുക്കാനാകുമോ? അതായത് പഠിക്കാൻ വേണ്ടി ഇതെല്ലാം ഒരു ക്വാളിറ്റി ആയിട്ട് കാണുന്നുണ്ടോ? അതായത് ഡ്രഗ് ഡ്രൈവറിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ. അല്ല, അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ മോദിജി ആരെയും പോയി നേരിട്ട് കാണാറില്ലെന്ന്. പക്ഷെ രാഹുൽ ഗാന്ധി എല്ലാ പാവങ്ങളെയും പോയി കാണുന്നു. എന്താ മോഡിജി ഇങ്ങനെ ആരെയും കാണാതെയാണോ ഈ 74 വർഷവും ജീവിച്ചത്? അവർ പ്രചാരങ്ങൾ നടത്തിയില്ലേ? ജനങ്ങളെയൊക്കെ പോയി കണ്ടില്ലേ? ഒരു ദിവസം ഞാൻ ആസാമിൽ പോയപ്പോൾ അന്നാണ് ഞാൻ മോഡിജിയെ നേരിട്ട് കാണുന്നത്. ഞാൻ മോഡിജിയോട് പറഞ്ഞു ഇത് നൗഗാവ് ആണെന്ന്. ഹിമന്ത, എനിക്കറിയാം. ഞാനപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അടുത്ത ഡിസ്ട്രിക്ട് ജോഗ്ഹാറാണെന്ന്. അതും അവർക്ക് അറിയാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ അസമിൽ ഇടയ്ക്കിടയ്ക്ക് തങ്ങാറുണ്ടെന്ന്, സൺ അട്നാമിൽ. അങ്ങനെയുള്ള മോഡിജിയുടെ എക്സ്പീരിയൻസ് പോലും അവിടെ ഡൽഹിക്കുള്ളിലിരിക്കുന്ന ഒരാള് 65 വർഷമായി പുറത്തിറങ്ങാത്ത ഒരാള് അയാളുമായി കമ്പയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ നരേന്ദ്രമോദിജിയുടെ എക്സ്പീരിയൻസ്, നരേന്ദ്രമോദിജിയുടെ എക്സ്പോസർ, അതായത് നാടിനെ കുറിച്ചുള്ള എക്സ്പോസർ. ഇപ്പോ ഒരു ദിവസം നിങ്ങൾ ഒരു ട്രക്ക് ഡ്രൈവറുടെ കൂടെ നൈറ്റ് ഇരുന്നിട്ട് അവർക്ക് നിങ്ങൾ ഈ ഉള്ളി വെട്ടിക്കൊടുത്താൽ എങ്ങനെയുണ്ടാകും? അതുകൊണ്ടാണ് നിങ്ങളെ വണങ്ങണമെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് മാത്രം അങ്ങനെ സാധിക്കും. താങ്കൾ നരേന്ദ്രമോദിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൈം മിനിസ്റ്ററിനോടൊപ്പം, പിന്നെ കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയോടൊപ്പം, പിന്നെ രാഹുൽ ഗാന്ധിയോടൊപ്പം. ഇതിൽ എന്ത് വ്യത്യസ്തതയാണ് കാണുന്നത്? അല്ല, ഇതിൽ വ്യത്യാസം എന്താന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വീട്ടിലുള്ള എൻവയർമെന്റ് ഉണ്ടല്ലോ, അതൊരു മിഡിൽ ക്ലാസ് ഫാമിലി എൻവയർമെന്റ് ആണ്. നിങ്ങൾക്ക് പോകാം, അവിടെ ഇരിക്കാം, അവിടുന്ന് കഴിക്കാം. നായനുള്ളിലേക്ക് വരില്ലല്ലോ അല്ലേ? ഇല്ലെന്നേ, നായ്ക്കുള്ളിൽ വേണമെങ്കിൽ വരാം. നായ കൊണ്ടൊരു പ്രശ്നവുമില്ല. നായ ഉള്ളത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നായ എന്റെ വീട്ടിൽ പോലും ഉണ്ടല്ലോ.
പക്ഷേ നായിനെ എവിടെ നിർത്തണം, ആളുകളെ എവിടെ നിർത്തണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. മനസ്സിലായാൽ മാത്രം മതി. നായനെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല. എൻ്റെ വീട്ടിൽ തന്നെ നായ് 3 ഉണ്ട്. അതിനെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല. പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അതായത് യു ഡു നോട്ട് ആക്ട് ലൈക്ക് എ ഫീഡൽ ലോഡ്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇപ്പൊ പോലും പറയുന്ന കേട്ടില്ലേ, നിങ്ങൾ ബിട്രൈവ് ചെയ്യുന്നു, ഫാമിലിക്ക് ദ്രോഹം ചെയ്യുന്നു. കോൺഗ്രസിലുള്ള എല്ലാവരും ഇതേപോലെയാണ് ചിന്തിക്കുന്നത്. യു വിൽ ബി നെവർ ഡിസൈഡ് ഗാന്ധി ഫാമിലി. ഈ കോൺഗ്രസ് ആയിട്ട് ഇരിക്കുന്ന കാര്യം മാറിയല്ലോ. അതായത് ഗാന്ധി ഫാമിലിയെ മാറ്റിയിട്ട് മല്ലികാർജുന ഖാർഗെ പ്രസിഡന്റ് ആക്കി. ഖാർഗെ എന്താ പറയുന്നത്? ഞാൻ ഹൈക്കമാൻഡിൽ ചോദിച്ചിട്ട് തീരുമാനം എടുക്കാമെന്ന്. ശരിക്കും ഞാൻ അതിനെ എതിർക്കുന്നുണ്ട്. എന്തെന്നാൽ ഖാർഗെയെ പോലെ നിങ്ങൾ വലിയ ആളുകൾക്ക് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്ത് അവരെ ഒറ്റയ്ക്ക് ഇരുത്തിയിരിക്കുന്നത്? പോസ്റ്റിലാണെങ്കിൽ ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഖാർഗെ കർണാടകത്തിൽ നിന്നാണ് വരുന്നത്. കർണാടകയിൽ ആര് ഭരിക്കണമെന്ന തീരുമാനം എടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അതിന് പോലും ഗാന്ധി ഫാമിലിയെ കണ്ടേ പറ്റുള്ളൂ. പക്ഷേ കർണാടകയിൽ അവർ ഭരണം തിരിച്ചു പിടിച്ച് BJPയെ തോൽപ്പിച്ചില്ലേ? BJPയും തോറ്റേക്കാം. എന്താ തോക്കാൻ പറ്റില്ലേ? തമിഴ്നാട്ടിൽ പോലും BJP തോറ്റിട്ടുണ്ടല്ലോ. BJP ഹിമാലയത്തിലും തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ BJP ജയിക്കാറുമുണ്ട്. പക്ഷേ BJPയെ നിങ്ങൾ അങ്ങനെയൊന്നും കാണണ്ട, കർണാടകയിൽ തോക്കില്ല എന്നൊക്കെ. ഹിമാചലിലും ഞങ്ങൾ തോക്കില്ല എന്ന് അങ്ങനെയൊന്നും ഇല്ലെന്നേ. BJP ടേക്ക് ഡിഫീറ്റ്സ് വിത്ത് ഹ്യൂമിനിറ്റി. കർണാടകയിൽ തോറ്റുപോയെന്നേ, അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഞങ്ങൾ അത് സമ്മതിച്ചിരുന്നു. വി ഹാവ് നോ ബ്ലെയിം, ഈസി ഓർ ഫോർഗെറ്റ്. പക്ഷേ കോൺഗ്രസിന്റെ പ്രശ്നം എന്താണെന്നറിയോ? തോറ്റു കഴിഞ്ഞാൽ അപ്പം തന്നെ പറയും ഇത് VM-ന്റെ പ്രശ്നമാണെന്ന്. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. കർണാടകയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പറയാറുണ്ട് നരേന്ദ്രമോദി ഒരു താനാഷ ഡിക്റ്റേറ്റർ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ അവർ നമ്മുടെ CM ആണ്. നമ്മൾ അവർക്ക് ബഹുമാനം കൊടുത്തേ പറ്റൂ. നരേന്ദ്രമോദി ഒരു തേനോസ് ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇല്ലാതെ തന്നെ ആയിപ്പോയേനെ. 100:1 എന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തേ പറ്റുള്ളൂ. സാർ, ഇപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ 2024 നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നു ചേർന്ന് BJPയെ തോൽപ്പിക്കാൻ റെഡിയാവുകയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? BJPയെ തോൽപ്പിക്കാൻ പറ്റുമോ? ഞങ്ങൾ മോദിജീനെ വരവേൽക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിരിക്കുക. അതിന് നിങ്ങളുടെ ആശീർവാദം വേണം. 2024 സംബന്ധിച്ച് താങ്കളുടെ അസസ്മെന്റ് എന്താണ്? 300-ൽ പരം സീറ്റ്, 300+. ഇതിലൊരു പ്രശ്നവും വരില്ല. ജനങ്ങളും കൂടെയുണ്ട്. എന്തെന്നാൽ ഭാരതത്തിന്റെ പെരുമ ഇതിനേക്കാൾ വേറൊന്നുമില്ല. ഇതിൽ ഒരു ഡൗട്ടും ആവശ്യമില്ല. ഇന്ത്യ ഈസ് ഹാവിംഗ് ദ ബെസ്റ്റ് ടൈം നൗ ഇൻ അവർ ഹിസ്റ്ററി. മോദിജി ഇനിയും കുറച്ച് ജോലി ചെയ്യാൻ സമ്മതിക്കേ. നിങ്ങൾ ഇപ്പം തന്നെ നോക്ക്. അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററെ എന്താ പറയുന്നെന്ന് നോക്ക്. ഓസ്ട്രേലിയയിലെ ജനങ്ങൾ ആകാശത്ത് നരേന്ദ്രമോദിയെ വരച്ചു വെച്ചിരിക്കുക അവരുടെ ഫ്ലൈറ്റിൽ കൂടി. നിങ്ങൾ എപ്പോഴെങ്കിലും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ ഇന്ത്യ ഒരു കാലത്ത് ഇതുപോലൊരു നിലയിലേക്ക് വരുമെന്ന്? I think after Swami Vivekananda, that great speech in America, Chicago, after that Modi ji is doing so much things for this country. അതിന് നമ്മളും അവരുടെ കൂടെ ഉണ്ടാവണം. എല്ലാ സമയവും മോദിജിയുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന ചെയ്യണം. അത് മോദിജിക്ക് വേണ്ടിയല്ല, ഈ നാടിന് വേണ്ടി, നമ്മുടെ ഭാരതത്തിന് വേണ്ടി. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ മേൽ വഴക്കും വിചാരണയും തുടരും. ഇപ്പോൾ നമ്മുടെ നാടിന് എന്താണ് ആവശ്യം? ഗാന്ധി ഫാമിലി കോൺഗ്രസിന്റെ കൾച്ചർ ഉണ്ടല്ലോ, അതിലേക്ക് വരണം. അതാ വേണ്ടത്. ഇതിനു വേണ്ടി ഞാൻ എന്ത് കാര്യവും ചെയ്യും. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് അസമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്ന്. ഹിമന്ത സർ ഒരു കാലത്ത് MLA-മാരെ വാങ്ങാനും വിൽക്കാനും വേണ്ടി ചില സമയത്ത് ഗോവയിൽ കൂട്ടിക്കൊണ്ടു പോകും, ചിലപ്പോൾ ഖജുറാവോയിൽ. പക്ഷെ ഇപ്പോഴൊക്കെ അസമിലേക്കാണ് കൊണ്ടുവരുന്നത്. കാമാക്കി ദേവിയുടെ ആശീർവാദത്തിന് വേണ്ടിയാ വന്നേ. അസമിന് നല്ല പബ്ലിസിറ്റി ഇപ്പൊ കിട്ടുന്നത്. ഇതിനു മുമ്പ് ജനങ്ങൾ കാമാക്കി ദേവിയെക്കുറിച്ച് എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കൂടുതലായി ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ ദർബാറിലേക്ക് ആളുകൾ വരുന്നു. അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി പോകുന്നു അതോ താങ്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി വരുന്നു? ഞാൻ ആ അമ്മയുടെ മകനല്ലേ, എനിക്ക് എവിടെ ദർബാറുള്ളത്? പിന്നെ ശിവസേന MLA-മാരെ പിരിക്കാൻ വേണ്ടി ഹിമന്ത ബിശ്വ ശർമ്മ അവരുടെ പോക്കറ്റിൽ 50-100 കോടി രൂപ ഇട്ടുകൊടുത്തെന്ന്. ഞാൻ തന്നെ ഇതൊന്നും കേട്ടിട്ടില്ല. എന്നെ കുറിച്ച് എല്ലാവരും എന്തൊക്കെയാ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല. എന്തെന്നാൽ മൊത്തം അസമിലെ പൈസ എടുത്താൽ കൂടെ അത്ര പോലും ഉണ്ടാവില്ല. മുഴുവൻ അസാമിലേ ഇല്ല. അസമിലെ ഷുഗർ മില്ല് പോലും ഇല്ല.
അസമിൽ ശരത് പവാറിനെ പോലത്തെ വലിയ ലീഡർമാരും ഇല്ല. അവരെല്ലാം നാഷണൽ ലെവൽ നേതാക്കരാ. ഞങ്ങളുടെയൊക്കെ ചെറിയ സ്ഥലങ്ങളാ. ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് അതൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം. പക്ഷേ ഈ ശിവസേന MLA-മാരെ എങ്ങനെ പിരിക്കാൻ സാധിച്ചു? അവരുടെ ഉള്ളിൽ വഴക്കുണ്ടായേക്കാം, ഗുട്ടാജിയോട് ദേഷ്യമുണ്ടായിരിക്കാം. പിന്നെ എങ്ങനെ പാർട്ടി തകരാനാ? ഒരാളൊരു പാർട്ടി വിട്ട് പുറത്തു വരികയാണെങ്കിൽ ആ പ്രശ്നം ആ പാർട്ടിയിലേതായിരിക്കുമല്ലോ. ഇല്ല, അവരവിടെ ഹോട്ടലിൽ താമസിച്ചതായിട്ടും രാത്രി 11 മണിക്ക് ശേഷം താങ്കൾ അങ്ങോട്ട് പോയതിനു ശേഷം കളിയെല്ലാം മാറിയെന്ന്. ഇവിടെ നോക്ക്, ഞാൻ ആരെയും പോയി കാണാറില്ല. ഞാൻ ചില ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും, ഒരാൾക്ക് ശരീരം ശരിയല്ലാത്ത സമയത്ത് ഞാൻ കുറെ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞിരുന്നു, ദാ നോക്ക്, ആരെങ്കിലും താമസിക്കാൻ വന്നാൽ താമസിപ്പിച്ചോളൂ, പക്ഷേ പോകുമ്പോൾ GSTയും ചേർത്ത് മുഴുവൻ റൂമിന്റെ വാടകയും വാങ്ങിട്ട് വിട്ടാൽ മതി. നിങ്ങൾക്കപ്പോൾ നല്ല ലാഭമാണെന്ന്. പിന്നെ കേജ്രിവാൾ ശരത് പവാറിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അദ്ദേഹവും പറയുന്നു ഞങ്ങളുടെ MLA-മാരെ ഇങ്ങനെ പിരിക്കാൻ നോക്കുകയാണെന്ന്. അവര് MLA-ലേക്കൊക്കെ വരുന്നത് നല്ലതാ. എത്ര പെട്ടെന്ന് പറ്റുന്നോ അത്രയും പെട്ടെന്ന് വരുന്നത് നല്ലതാ. ഞാനിപ്പോ ഇവിടെ തന്നെ പറയാ, കേജ്രിവാളിനെ വിട്ടിട്ട് പെട്ടെന്ന് വാ എന്ന്. അല്ല, ആസാമിലേക്ക് വന്നതിന് ശേഷം ഈ MLA-മാർ എങ്ങനെയാണ് മാറുന്നത്? ദാ നോക്ക്, അസമിൽ വരുന്നത് കൊണ്ട് MLA-മാർക്ക് ശക്തി കിട്ടും. എന്തെന്നാൽ അവിടെ കാമാക്കി അമ്മയുണ്ട്, മഹാഗുരു ശ്രീമന്ത ശങ്കറിന്റെ പുണ്യസ്ഥലങ്ങളുണ്ട്. അസമിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ശക്തി കിട്ടുന്നതാണ്. അവർക്ക് ലക്ഷ്മി ദേവിയുടെ ദർശനവും ലഭിക്കുന്നു. ലക്ഷ്മിയെ ഞങ്ങൾ എടുക്കുകയും, പക്ഷെ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. 10 വർഷത്തിന് ശേഷം ചിലപ്പോൾ മാറിയേക്കാം. ഇപ്പം ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ വന്നാലും ഞങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്ന്. 10 വർഷത്തിന് ശേഷം ഞങ്ങൾ ഇതുപോലെ കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? പക്ഷേ ഇക്കാര്യം സത്യമല്ലേ? ആസാം പൊളിറ്റിക്കൽ ടൂറിസത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലമായി മാറി. കാരണം അതിനെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത്. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. അസം പൊളിറ്റിക്കൽ കൾച്ചറൽ സെന്റർ ആയതുകൊണ്ട്. ആയത് നല്ലതല്ലേ? എല്ലാ പാർട്ടിയിലെ MLA-മാരോട് വരാൻ പറ, ഞങ്ങളുടെ അസമിലോട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യാം. കോൺഗ്രസിനും ഇനി ആരെങ്കിലും കൂട്ടിയിട്ട് വരണമെങ്കിൽ അവരോട് അസമിലോട്ട് വരാൻ പറ. ഞാൻ അവർക്കും നല്ല ഭക്ഷണം കൊടുക്കാം, അതിലൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇറ്റ് ഈസ് എ പ്ലേസ്. നല്ല സ്ഥലങ്ങൾ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പിന്നെ അസാമിലെ ജനങ്ങൾ ഒരിക്കൽ പോലും ഹോട്ടലിന്റെ അടുത്ത് പോലും വരാറില്ല. ഞങ്ങളുടെ ജോലി വേറെയാണ്, നിങ്ങളുടെ ജോലി വേറെയാണ്. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. ഹോട്ടൽ റാഡിസൺ ഗുവാഹട്ടിയിലുണ്ട്. പുതുതായി നിറയെ ഹോട്ടൽസും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കൊക്കെ വരണോ വരൂ. കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് കുമാർ ജയ് മംഗൾ സിംഗ്, അദ്ദേഹത്തിന്റെ പരാതി എന്താണെന്ന് വെച്ചാൽ ആസാമിന്റെ മുഖ്യമന്ത്രി ജാർഖണ്ഡ് ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി MLA-മാർക്ക് 10 കോടി രൂപ വെച്ച് ഓഫർ ചെയ്തെന്ന്. ഇവിടെ നോക്ക്, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, അസമിന്റെ CM ഇങ്ങനെ 10 കോടി കൊടുക്കുന്നതിന് ആദ്യം ഞങ്ങളെ ബഡ്ജറ്റ് നോക്കണ്ടേ? ഞങ്ങളുടെ ബഡ്ജറ്റിൽ എന്താ ഉള്ളേ? ഇപ്പോഴാണ് ഞങ്ങൾ കുറച്ചായി മുന്നോട്ട് വന്നത്. വി ആർ നോട്ട് വെരി റിച്ച് സ്റ്റേറ്റ്. ഇനി വരും ദിവസങ്ങളിൽ ആവാം, എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ആരെങ്കിലും 10 കോടി കിട്ടുമെന്ന് സ്വപ്നം കണ്ട് അസമിലോട്ട് വരരുത്. അങ്ങനെയുള്ളവരെ ഞങ്ങൾ അലോട്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും പണം വരുന്നുണ്ടോ അസാം വഴി പോകുവാൻ? എന്താ, ഇതിനേക്കാളും വലിയ വഴി ഡൽഹിയിൽ മുംബൈയിലുണ്ടല്ലോ. മറ്റുള്ളവരെ പോലെ നിങ്ങളൊന്ന് മാപ്പ് നോക്ക്. ഇങ്ങനെ മൂലയ്ക്ക് വന്നിട്ട് പിന്നെ ചുറ്റിയിട്ട് പോവോ? ദീസ് ആർ കംപ്ലീറ്റ്ലി. ജാർഖണ്ഡിലെ 3 MLA-മാരെ പിടിച്ചു. വെസ്റ്റ് ബംഗാളിൽ വെച്ച് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷും പിടിച്ചെടുത്തു. അവരും അസമിൽ വന്നിട്ട് പോയവരാണ്. അവരുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും 10 കോടി ഇല്ലെന്നേ. 7-8 ലക്ഷം രൂപ ഉണ്ടായേക്കാം. അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കും. നമ്മൾ എന്ത് ചെയ്യാനാണ്? അവർ കോൺഗ്രസിന്റെ MLA-മാരാ, നമ്മൾ എന്ത് ചെയ്യാനാണ് അതില്? എന്റെ കാര്യം പക്ക ക്ലിയർ ആണ്. ദാ നോക്ക്, അത് ജാർഖണ്ഡോ വേറെ സ്റ്റേറ്റോ, ഇൻ എനിവെയർ ഫോർ ഡെമോക്രാറ്റിക് എലക്ഷൻ. ഞാനെങ്ങനെ ജാർഖണ്ഡ് ജയിക്കാനാ? നമ്മൾ എന്തിനാണ് ജാർഖണ്ഡിൽ കക്ഷി ഉണ്ടാക്കുന്നത്? ജസ്റ്റ് എ സ്പേസൻസ് വെയിറ്റിംഗ് ഫോർ അനദർ മന്ത്. ഞാനിവിടെ പണം ചെലവായിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളാണ് നിങ്ങളുടെ പാട്ടിന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എലക്ഷൻ വരുമ്പോൾ ജനങ്ങൾ സാധാരണ 10 രൂപക്ക് ചെയ്യുന്ന കാര്യത്തിന് 100 രൂപ ബില്ല് കൊണ്ടുവരും. എന്തെന്നാൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറയും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ പൈസ ഇല്ലെന്നാണ് പബ്ലിസിറ്റി വരേണ്ടത്. ഇപ്പോ എല്ലാവരും സംസാരിക്കുന്നത് സച്ചിൻ പൈലറ്റിനെ പറ്റിയാ. അദ്ദേഹം ഒരുപക്ഷെ ആസാമിൽ കൂടെ വരാനുള്ള സാധ്യതയുണ്ടോ? ഇല്ലെന്നേ. ഇവിടെ നോക്കുന്നേ, എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴേക്കും നമ്മൾ രാഷ്ട്രീയം വിട്ടു പോവും. ആധാരമില്ലാത്ത കാര്യം എന്തിനാ പറയുന്നേ? പക്ഷെ താങ്കൾ അങ്ങനെ പറയുന്നുണ്ട്. സച്ചിൻ പൈലറ്റ് ജി BJP-യിലേക്കായാലും കോൺഗ്രസിലേക്കായാലും എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ. എന്തെന്നാൽ ഞാൻ രാജസ്ഥാൻ പൊളിറ്റിക്സിനെ കൂടുതലൊന്നും ഫോളോ ചെയ്യുന്നില്ല. നോർമൽ TV-യിൽ കാണുന്നത് എനിക്കും അറിയുള്ളൂ. പക്ഷേ എന്ത് വിഷയത്തെയാണ് അവർ TV-യിൽ എടുത്ത് പറയുന്നത്?
ശരി, നിങ്ങൾ BJP-യിൽ ജോയിൻ ചെയ്യും, ഇല്ലെങ്കിൽ വേറൊരു പാർട്ടി ഉണ്ടാക്ക്. പക്ഷേ ഇത്രയും അപമാനം താങ്ങിക്കൊണ്ട് എങ്ങനെ ഗ്രൂപ്പിൽ നിൽക്കാൻ പറ്റും? എനിക്കൊരിക്കലും സത്യമായിട്ട് നിൽക്കാൻ പറ്റില്ല. സച്ചിൻ പൈലറ്റിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ BJP-യുടെ സപ്പോർട്ടോടു കൂടിയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന്. ഇവിടെ നോക്ക്, BJP സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരെ പാർട്ടി വിട്ട് പുറത്താക്ക്. നിങ്ങൾ എന്തിനാ അവർ പാർട്ടിയിൽ വെച്ചിരിക്കുന്നേ? ഒഴിവാക്കിക്കൂടെ? അവരുടെ മനസ്സിൽ വേറൊരു പ്രശ്നവും ഇല്ലേ? BJP എന്ന് പറയുന്നത് മാത്രമാണ് പ്രശ്നമായിട്ട് കാണുന്നത്. രാജേഷ് പൈലറ്റ് അവരുടെ പാർട്ടിക്ക് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നില്ലേ? രാജേഷ് പൈലറ്റിന്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ അസമിൽ എന്താ നടന്നത്? മിസോറാമിൽ എന്താ നടന്നത്? രാജീവ് ഗാന്ധിക്ക് എത്രത്തോളം പേര് കിട്ടി രാജേഷ് പൈലറ്റിന്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ തന്നെ? ഇപ്പൊ അവരുടെ പയ്യൻ ഇങ്ങനെ ചെയ്തതും ഉടനെ തന്നെ അവൻ BJP ആണെന്ന് പറഞ്ഞു. അതായത് വേർ വിൽ ട്രൈ ടു സ്പീക്ക് എനിത്തിങ് അഗെയിൻസ്റ്റ് ദ ഗാന്ധി ഫാമിലി ഓർ ദ എസ്റ്റാബ്ലിഷ്മെന്റ്, നിങ്ങളുടെ മേലെ കണ്ണടച്ചവർ കുറ്റം ചുമത്തി കഴിയും. എന്താ സാറേ, ഇങ്ങനെയാണോ രാഷ്ട്രീയം കളിക്കേണ്ടത്? ഇതാ നോക്കൂ, ഇപ്പോൾ കർണാടകയിൽ അവർ മനോഹരമായിട്ട് പ്ലാൻ ചെയ്തു. 2.5 വർഷം സിദ്ധരാമയ്യയും DK ശിവവും. അതിന് 2.5 വർഷം എവിടെയാണുള്ളത്? ലോക്സഭ ഇലക്ഷന് ശേഷം അവരുടെ പാർട്ടി ഉണ്ടാവില്ല. ഉണ്ടാവുന്ന കരുതുന്നോ? അത് താങ്കളാണ് പറയേണ്ടത്. നിങ്ങൾക്കേ അറിയാലോ, നിങ്ങൾക്കതിൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എത്ര പേര് ആസാമിലേക്ക് വരുന്നതെന്ന് അനുസരിച്ചാണ്. ഡു യു തിങ്ക് ദാറ്റ് ദിസ് ഗവൺമെന്റ് ഹാസ് എക്സ്പയറി ഡേറ്റ് ആഫ്റ്റർ ലോക്സഭ ഇലക്ഷൻ? എനിക്കുള്ളത് പോലെ തോന്നുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? തകർന്നു പോവും. വേറെന്താവാനാ? വേറൊരാളപ്പം മുഖ്യമന്ത്രിയായിട്ട് വരും. ഓഡിയൻസിൽ നിന്ന് ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നുണ്ടോ? അത് പിന്നെ ഇന്റർവ്യൂയുടെ ഇടയിൽ നിങ്ങൾ മമതാ ബാനർജിജി നിങ്ങൾക്ക് ചായ ഇട്ട് തരുമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അവരെങ്ങനെ നിങ്ങളുടെ ഇത്രയ്ക്കും അടുത്ത ഫ്രണ്ടായി? കാരണം അവർക്ക് അധികം സുഹൃത്തുക്കളൊന്നും ഇല്ല എന്നാണ് പറയാറ്. ഞങ്ങൾ ഒരു കാലത്ത് ഒന്നായിട്ട് കോൺഗ്രസിലുള്ളതല്ലേ, അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് നന്നായിട്ട് സ്നേഹമുണ്ട്. ഞാൻ എല്ലാവരോടും ആ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഓരോരോ സമയത്ത് നമുക്ക് സഹായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആരോടും ഞാൻ എൻ്റെ മനസ്സിൽ ദേഷ്യം വെക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഈ ബന്ധങ്ങൾ പാർട്ടിയെ രണ്ടാക്കാൻ സഹായകമായിരിക്കും. ചില സമയത്ത് സഹായം ആവാറുണ്ട്, ചില സമയത്ത് ഉപദ്രവം ആവാറുണ്ട്. ചില സമയത്ത് സഹായാവും, ചില സമയത്ത് പ്രോബ്ലം ആവുമല്ലോ അല്ലേ? ഇതാ നോക്ക്, ഇവർക്ക് അവരോട് അടുപ്പമുണ്ട്, അതും ഡൗട്ടും ആവുമല്ലോ അല്ലേ? പക്ഷെ 2 കാര്യങ്ങൾ നടക്കും. ഈസ് ആർ ഡബിൾ ഏജന്റ് റോൾസ്. ഇപ്പോ പ്രമോദ് തിവാരി എന്താ പറയുന്നതെന്ന് വെച്ചാ, ഈ പ്രവൃത്തികളെല്ലാം താങ്കൾ ചെയ്യുന്നത് മോദിയെ സോപ്പിടാൻ വേണ്ടിയാണെന്ന്. അങ്ങനെ സോപ്പ് ഇട്ടിട്ട് ഇപ്പോ ആസാമിൽ പോലും സോപ്പ് കിട്ടാനില്ലെന്ന്. ഇല്ല, ഞാൻ എന്താ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ, മോദിജി അവരുടെ സ്ഥാനത്താണുള്ളത്. പ്രധാനമന്ത്രിയാണ്, ദേശത്തിന്റെ തലവനാണ്. പക്ഷേ ഇപ്പോൾ നാടിന് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ, ഈ ഗാന്ധി ഫാമിലി കോൺഗ്രസിന്റെ കൾച്ചർ ഉണ്ടല്ലോ, അത് തകരണം. ഇതിനു വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇപ്പോ പ്രമോദ് തിവാരി വരണമെങ്കിൽ എന്നോട് ഫോണിൽ സംസാരിക്കാൻ പറ. ഇപ്പൊ നമുക്ക് മറ്റൊരു ബ്രേക്ക് കൂടി എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ മേലുള്ള വഴക്കും വിചാരണയും നടക്കും. എനിക്ക് മുസ്ലിം സമുദായം അവാർഡ് നൽകുന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം പെൺകുട്ടികളെ അത്രത്തോളം നോക്കുന്നത് കൊണ്ടാണ്. എന്താ, ഞാൻ മുസ്ലിം ആൺകുട്ടികളും പെൺകുട്ടികളും ഡോക്ടർ ആവണം എന്ന് പറഞ്ഞാൽ ഞാൻ അത് അവർക്ക് എതിരായി പറയുന്നതാണോ? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, വിചാരണ ചെയ്യുന്നു. ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയോടാണ് ആപ്കി അദാലത്തിലെ അടുത്ത ചോദ്യം. ആപ്കി അദാലത്തിൽ ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം വർഗീയതയെ ആദരിക്കുന്നു. ഹിമന്ത സർ, ആസാമിലെ ഒരു മുതിർന്ന നേതാവ് ബദ്രുദ്ദീൻ അജ്മൽ സാബ്, അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, താങ്കൾ മുസ്ലിങ്ങളുടെ ശത്രുവാണെന്ന്. താങ്കൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ആദ്യം തന്നെ ആലോചിക്കുന്നത് മുസ്ലിങ്ങളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം എന്നുള്ളതിനെ കുറിച്ചാണെന്ന്. ശരി, ഇവിടെ നോക്ക്, ഞാനൊരു ആൻറ്റി മുസ്ലിം അല്ല. ഞാൻ ആൻറ്റി മുസ്ലിം ആവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ അഭിമാനത്തോടെ ഹിന്ദു ആണെന്നും പറയും. ഐ ആം എ പ്രൗഡ് ഹിന്ദു. സോ പ്രൗഡ് ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, 600 മദ്രസകൾ പൂട്ടുക, അങ്ങനെ എണ്ണങ്ങൾ കുറച്ച് അവസാനം എല്ലാം പൂട്ടുക എന്നുള്ളത്. നോക്കൂ, എല്ലാവരും നന്നായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നവരാണ് ഹിന്ദുക്കൾ. ഞാൻ മനസ്സിൽ എന്താ കരുതുന്നത് വെച്ചാൽ, അതായത് മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും മദ്രസയിൽ പോയി അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ്. സോ നല്ലൊരു സനാതന ധർമ്മക്കാരനായ ഞാൻ മുസ്ലിങ്ങളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മദ്രസയൊക്കെ പൂട്ടുന്നതാണ് നല്ലത്.
ഓരോരോ മുസ്ലിമാന്റെ ആൺകുട്ടികളും പെൺകുട്ടികളും ഡോക്ടറും എഞ്ചിനീയറും ആകണം. നോക്കൂ സർ, മുസ്ലിം കുടുംബത്തിലുള്ള യുവാക്കൾ എന്താകണം, എവിടെ പഠിക്കണം, അത് അവരല്ലേ തീരുമാനിക്കുന്നത്. താങ്കൾ എന്തിനാ അവർ തീരുമാനിക്കുന്നത്? തീരുമാനം എടുത്തോട്ടെ. ഞാൻ എന്താ പറയുന്നത് അതിന് വെച്ചാൽ, താങ്കൾ മദ്രസകൾ പൂട്ടുന്നത് ഇവിടെ നിർത്തണ്ടേ? നോക്ക്, തീരുമാനം എടുക്കേണ്ടത് അച്ഛന്റെയും അമ്മയുടെയും ജോലിയാണ്. ഈക്കോ സിസ്റ്റം ഉണ്ടാക്കുന്നതാണ് എന്റെ ജോലി. സോ ഞാൻ ഒരു ഈക്കോ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നോക്ക്, നിങ്ങൾക്കിവിടെ സ്കൂളുണ്ട്, കോളേജുണ്ട്, നിങ്ങൾ പഠിച്ച് ഡോക്ടർ എഞ്ചിനീയർ ആവൂ. സോ ആ ഈക്കോ സിസ്റ്റം ഉണ്ടാക്കുന്നത് എന്റെ ജോലിയാണ്. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് അവരുടെ അച്ഛനും അമ്മയുമാണ്. മുസ്ലിം പൊളിറ്റീഷ്യൻ അല്ല തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളാരും ഡോക്ടറും എഞ്ചിനീയർമാരും ഒന്നും ആകുന്നില്ലേ? പറയൂ. എവിടെയായിട്ടുള്ളത്? നിങ്ങളിപ്പോ റീസെന്റ് ആയിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവര് മദ്രസയിൽ ഞാൻ പഠിച്ചതിന് OIC സാർ ശേഷമാണ്. എന്താണ് പറഞ്ഞെന്ന് പറയാം. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആ OICയെ മുസ്ലിം സമുദായത്തിന്റെ റെപ്രസെന്റേറ്റീവായി കാണരുത്. അവരെവിടെ പോയാലും മുസ്ലിം സമുദായക്കാർ പോലും അവർക്ക് വോട്ട് ചെയ്യില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഹിമന്ത ബിശ്വ ശർമ്മ ചരിത്രം ശരിക്ക് പഠിച്ചിട്ടില്ലെന്നും, കാരണം മദ്രസകളിൽ പഠിച്ച എത്രയോ പേർ ഒരു കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് യുദ്ധം ചെയ്തവരാണെന്ന്. വെള്ളക്കാർക്ക് എതിരായിട്ട് ഇവിടെ പഠിച്ചവർ പോരാടിയിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ മദ്രസയിൽ പഠിച്ചിട്ട് ഒരുപാട് പേര് തീവ്രവാദികളായിട്ടുണ്ട്, അൽഖ്വയ്ദയിലും പോലും ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹിസ്റ്ററിയിലുള്ള പോസിറ്റീവ് സൈഡ് മാത്രം നിങ്ങൾ നോക്കരുത്. ഹിസ്റ്ററി റെപ്രസെന്റ്സ് ബോത്ത് പോസിറ്റിവിറ്റി ആൻഡ് നെഗറ്റിവിറ്റി. പിന്നെ അതിന്റെ ആവറേജ് നിങ്ങൾ എടുത്തു നോക്ക്. റീസെന്റ് 30 years നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഏത് മദ്രസയിൽ നിന്നാ ഏതൊരു മഹത് വ്യക്തി ഉണ്ടായിട്ടുള്ളത് എന്നും അതിലൊരുത്തനെങ്കിലും ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പോരാടിയിട്ടുണ്ടോ എന്നും മതത്തിനേക്കാൾ വലുതായി മനുഷ്യത്വം കാണിച്ചിട്ടുണ്ടോ എന്നും പരിശോധിച്ചാൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അതുകൊണ്ട് മാത്രമല്ല ഞാൻ കുറച്ച് പറയുന്നത്. അതുകൊണ്ട് മദ്രസയിൽ പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ ടെററിസ്റ്റ് ആയെന്നും പറയുന്നില്ല. നോ, ഐ ഡോ നോട്ട് അഗ്രി. എന്റെ പോയിന്റ് എന്തെന്ന് വെച്ചാൽ, മദ്രസയിൽ പഠിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജനറൽ എഡ്യൂക്കേഷന്റെ വാതിൽ അടയ്ക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മദ്രസയിലേക്കല്ല പോകേണ്ടത്. ഖുറാൻ വായിക്കണം, അത് പഠിക്കണം, അതുപോലെ നടക്കണം. ആസ് യു ആർ ഫോളോയിങ് ഇസ്ലാം. വീട്ടിലിരുന്ന് പഠിക്കുക. ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ മസ്ജിദിന്റെ ഈക്കോസിസ്റ്റത്തിൽ ഫോളോ ചെയ്യും. പക്ഷേ നിങ്ങളുടെ കുട്ടികൾക്ക് ഡോക്ടറും എഞ്ചിനീയറും പ്രൊഫസറും ആകാൻ വേണ്ടി ഒരു ചാൻസ് കൊടുക്ക്. യു മേ ബി ഹിസ് ബയോളജിക്കൽ പാരന്റ്സ്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിന്റെ വാതിൽ അടയ്ക്കരുത്. ഒരുപക്ഷെ ആ കുട്ടിക്ക് അവന്റെ 16 വയസ്സിന് ശേഷം നോൺ തിയോളജിക്കൽ സ്കോളർ ആവണമെന്ന് ആഗ്രഹിച്ചാൽ അവന്റെ ആഗ്രഹപ്രകാരം അവൻ മദ്രസയിൽ പഠിക്കട്ടെ. പക്ഷേ നിങ്ങൾ അവനെ കുട്ടിക്കാലത്തെ മദ്രസയിൽ അയക്കരുത്. അവന് വേണ്ടിയുള്ള ഓപ്ഷനുകൾ ഓപ്പൺ ചെയ്യും. അല്ല, താങ്കൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നതെന്നല്ലേ? അങ്ങനെ നന്മ ആഗ്രഹിക്കുന്ന താങ്കൾ മദ്രസകൾ പൂട്ടാനുള്ള നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ അവരെ പറ്റി റിപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നോക്ക്, ഇപ്പോ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോ അസം സ്റ്റേറ്റില് ഞങ്ങൾ അൽഖ്വയ്ദയുടെ മൊഡ്യൂൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 54 മൊഡ്യൂൾ. ആൻഡ് 54 മൊഡ്യൂൾ പ്രകാരം മദ്രസ ടീച്ചേഴ്സ് ആർ കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് അസം. അവരുടെ ഇൻവോൾവ്മെന്റ് ആണ് കാരണം. അതുകൊണ്ട് തന്നെ ഞാൻ മദ്രസ കമ്മിറ്റിയോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, പുറത്തുനിന്ന് ആര് വന്നാലും ആദ്യം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യൂ എന്ന്. സോ ദാറ്റ് വി ക്യാൻ ഡു ഡിലിജന്റ് ഓഫ് ഹിസ് ക്യാരക്ടർ ഫ്രം ദ അതർ ഗവൺമെന്റ്. പല സമയത്ത് പോലും ബംഗ്ലാദേശി സിറ്റിസണുകൾ അസമിൽ വന്ന് മദ്രസയിൽ ജോലി ചെയ്യാറുണ്ട്. അൽഖ്വയ്ദയുടെ മൊഡ്യൂൾ ഡെവലപ്പ് ആവുന്നുണ്ട്. പിന്നെ അത് മുഴുവൻ സമൂഹത്തെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അൺലൈക്ക് ദ ഇംപ്രഷൻ ഔട്ട്സൈഡ് അസം, അസമിലെ ഈ സമുദായത്തിൽ പെട്ടവരോട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് അസമിൽ ഒരുവിധ മതപ്രശ്നങ്ങളും ഇല്ലാത്തത്. മുസ്ലിങ്ങൾ എനിക്കും വില തരുന്നുണ്ട്, അതുപോലെ തന്നെ ഞാനും അവർക്കും വില കൊടുക്കുന്നുണ്ട്, സെയിം റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് റെസ്പെക്ട് കൊടുക്കുന്നു, പക്ഷെ ഫ്രീഡം കൊടുക്കുന്നില്ല. അതിന് കാരണമായിട്ട് പറയുന്നത് 4 കല്യാണം കഴിക്കുന്നത് എതിർക്കുന്നു എന്ന്. തീർച്ചയായിട്ടും എതിർക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ എതിർക്കും. എൻ്റെ മകളെ, എൻ്റെയും നിങ്ങളുടെയും മകളെ മുമ്പ് തന്നെ 1-2 കല്യാണം കഴിച്ച ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കോ ഇല്ലയോ? എന്ത് കാര്യമാണോ എൻ്റെ കുട്ടിക്ക് വേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നത്, അതേ കാര്യം മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾക്കും വേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ താങ്കൾക്കിത് തടയാൻ സാധിക്കില്ലല്ലോ. ഇത് അവരുടെ ഇഷ്ടമല്ലേ? അതായത് ശരീരത്തിലുള്ള നിയമമല്ലേ അവര് ഫോളോ അങ്ങനെ ചെയ്യുന്നത്? പറയല്ലേ സർ. ഈ നാട്ടിൽ
എല്ലാവർക്കും ഒരേ നിയമമാണ്. അത് മാറ്റാൻ പറ്റില്ല, അത് തടുക്കാൻ പറ്റില്ലെന്ന് പറയാറില്ലേ? അവരോട് ഞാൻ പറയുന്നു, ഞാനിത് നിർത്തി കാണിക്കുന്ന്. ഐ വിൽ സ്റ്റോപ്പ് ദിം ബൈ ദ കോഴ്സ് ഓഫ് ലോ. ഇത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും തിരിച്ചു പറഞ്ഞതാണ്. നിയമത്തിൽ ഈ രാജ്യത്തിന്റെ പ്രിൻസിപ്പലിൽ ഈ കാര്യം ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. നീ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കിയെന്ന്. പക്ഷെ കോൺഗ്രസ് ആണ് അത് വേണ്ട എന്ന് കടുംപിടുത്തം പിടിക്കുന്നത്. യു കനോട്ട് റിഫോം മുസ്ലിം പേഴ്സണൽ ലോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റ്, നോട്ട് അഡ്വൈസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റ് ഓൾ പൊളിറ്റിക്കൽ പീപ്പിൾ, including the people in government, to vote and to bring reform in Muslim personal law. ഇത് നമ്മുടെ കടമയാണ്, ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വരുമ്പോ വരട്ടെ, ഇന്ന് അവർക്ക് അലൗഡ് ആണ് ഇസ്ലാമിൽ. അവർക്ക് അങ്ങനെ പറഞ്ഞാൽ ഇത് നമ്മളല്ലേ നിർത്തേണ്ടത്. മുസ്ലിം സ്ത്രീകളെ അംഗീകരിക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് എന്താ ബുദ്ധിമുട്ട്? അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് മനസ്സുകൊണ്ട് സമ്മതിക്കോ? അങ്ങനെ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കുകയാണ്, ബിക്കോസ് ഓഫ് സം കൈൻഡ് ഓഫ് റീസൺ. നിങ്ങൾക്ക് പറയാൻ പറ്റോ ഇത് സ്ത്രീകൾക്ക് ഒരു കുറവാണ് എന്നുള്ള കാര്യം? അതായത് ആണിന്റെ വയസ്സ് 78, പക്ഷെ ഭാര്യയായിട്ട് വരുന്ന ആൾക്ക് 28 ഇയേഴ്സ്, 24 ഇയേഴ്സ്. അതുകൂടാതെ ഇത് തെറ്റാണ്. എന്താ അവര് നമുക്ക് വോട്ട് ചെയ്യുന്നില്ലേ? ഇല്ല, അവര് താങ്കൾ വോട്ട് ചെയ്യും. അവരെന്താ ഹിന്ദുക്കൾക്ക് വേണ്ടി അല്ലെ ഇന്നയാൾക്ക് വേണ്ടി? അങ്ങനെയില്ലല്ലോ, എല്ലാ ഗവൺമെന്റിനും അവർ വോട്ട് ചെയ്യുന്നില്ലേ? നിങ്ങളാണ് ഇങ്ങനെ രണ്ട് സൊസൈറ്റിയെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവര് ചെയ്യുന്നത് അവരങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന്. അതെങ്ങനെ നടക്കും? ദേ ആർ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ രണ്ട് നിയമമില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇവിടെ ചൈൽഡ് മാരേജ് തടഞ്ഞിരിക്കുന്നു. ഇതിൽ അജ്മൽ സാർ എന്താ പറയുന്നത് വെച്ചാൽ ഇതിൽ 90% മുസ്ലിം ചെറുപ്പക്കാരാണെന്ന്, അവർക്കെതിരായിട്ടാണ് കേസെന്ന്. നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ 99ന്റെ മേലെയും പോവും. ഇത് നിയമമാണ്. നിയമത്തിനെതിരായി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഹിന്ദു വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദു അറസ്റ്റ് ആകും, മുസ്ലിം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിമും അറസ്റ്റ് ആവും. ഒരു കുടിയൻ തെറ്റി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നില്ലേ? അവിടെ നമ്മൾ മതത്തെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. ഇതൊക്കെ അജ്മലിന്റെ ജോലിയാണ്. അവനാണ് മതത്തെക്കുറിച്ച് എടുത്ത് സംസാരിക്കുന്നത്. ഇതൊന്നും എന്റെ ജോലിയേ അല്ല. അവരുടെ ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു പെൺകുട്ടികളെയും ചെറുപ്പത്തിലേ കല്യാണം കഴിപ്പിച്ച് അയക്കണമെന്ന്. കാരണം ഇപ്പൊ കാലം മാറിപ്പോയെന്ന്. മനസ്സിലായി? അവരങ്ങനെ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവരെ സമ്മതിച്ചു കൊടുക്കോ? ഹിന്ദു പെൺകുട്ടികൾക്ക് അവർ കൊടുക്കുന്ന ഉപദേശമുണ്ടല്ലോ, ആ ഉപദേശമൊക്കെ നിങ്ങൾ ശരിയാണെന്നാണോ പറയുന്നത്? എന്തെന്നാൽ അവർ കൊടുക്കുന്ന ഉപദേശം എന്തെന്ന് വെച്ചാൽ ഹിന്ദു പെൺകുട്ടികളെയും ചെറിയ പ്രായത്തിൽ കല്യാണം കഴിപ്പിക്കണമെന്ന്. ഡു യു തിങ്ക് ദേ ഹാവ് സം റിഗാർഡ്സ് ഫോർ ഹ്യൂമൻ വാല്യൂസ്? അവർ ഈ ടിവിയിൽ വന്ന് സംസാരിക്കുന്നില്ലേ? അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം, അവർ എന്ത് ഉദ്ദേശശുദ്ധിയിലാണ് സംസാരിക്കുന്നത് എന്ന കാര്യം. എന്തുകൊണ്ട് ഗേൾസ്, ഹൗ ദേ ട്രീറ്റ് ദ അതർ ജെൻഡർ? പക്ഷെ ഒരു കാര്യം ബംഗളായിട്ടാണോ കാണുന്നേ? കർണാടകയിൽ കുറച്ചു നാളിന് മുമ്പ് ഒരു ഇഷ്യൂ വന്നില്ലേ, ഹിജാബ് ധരിക്കുന്നതിനെ പറ്റി സ്കൂളിലും കോളേജിലുമൊക്കെ. അത് ഇപ്പൊ നീക്കിയിരിക്കുകയാണ്. നോക്ക്, സിവിലൈസേഷണൽ ബാറ്റിൽ ഫോർ വാല്യൂസ് കണ്ടിന്യൂസ് ഫോർ മെനി ഇയേഴ്സ്. ഇപ്പൊ നിങ്ങളുടെ ഭരണമാണ്, നിങ്ങൾ തടഞ്ഞത് റിമൂവ് ചെയ്യും. ഞങ്ങളുടെ ഭരണം വരുമ്പോൾ ഞങ്ങൾ പഴയ പോലെ തടയും. ധർമ്മത്തെ ഒറ്റ തവണ തന്നെ നമുക്ക് നടപ്പാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭാരതത്തിന്റെ മക്കൾ, സനാതന ധർമ്മത്തിന്റെ ആളുകൾ ഇംപ്രസ് ചെയ്യുന്നത്. ഈ ജോലി എന്താ നടക്കാത്തെന്ന്. ദീസ് ആർ ലോങ് ബാറ്റിൽ. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ രാമക്ഷേത്രം ഉണ്ടാക്കാൻ 500 വർഷം കാത്തിരുന്നു. ഇപ്പോ ഹിജാബിനെതിരായിട്ട് ബാൻ കൊണ്ടുവരാനും. ഹിജാബ് എന്നുദ്ദേശിച്ചത് സ്കൂളിലാണ്. വി ആർ നോട്ട് അഗൈൻസ്റ്റ് ഹിജാബ്. നിങ്ങൾ വീട്ടിൽ ഹിജാബ് ഉപയോഗിച്ചോളൂ. ഐ ആം നോട്ട് അറ്റ് ഓൾ ഓപ്പോസിറ്റ് യുവർ റിലീജിയസ് കൾച്ചർ. നിങ്ങൾ വീട്ടിൽ ഇല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് വിചാരിച്ചാൽ അത് നിങ്ങളുടെ മതത്തിന്റെ കാര്യമാണെങ്കിൽ നിങ്ങളത് ധരിച്ചോളൂ. ഞാനത് വേണ്ട എന്ന് പറയുന്നേയില്ല. പക്ഷേ സ്കൂളിൽ ഫിസിക്സ് ക്ലാസ് നടക്കുന്ന സമയത്ത് അപ്പൊ നിങ്ങൾക്ക് ഹിജാബ് ഹെൽപ്പ് ചെയ്യോ ഇല്ലയോ? അതായത് ഒരേ ക്ലാസ്സില് യൂണിഫോം മീൻസ് വാട്ട്? ദർ ഈസ് നോ റിലീജിയൻ, നോ പൊളിറ്റിക്. നമ്മളെല്ലാവരും ഒരേ യൂണിഫോമിൽ വിൽ ബി ദർ. അങ്ങനെ ഇരിക്കുമ്പോൾ വൈ യു ബ്രിങ് സംതിങ് വിച്ച് ഈസ് അഗെയിൻസ്റ്റ് ദ കോൺസെപ്റ്റ് ഓഫ് യൂണിഫോം? സോ ഇത് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പൊ പോലും നരേന്ദ്രമോദിയോ ഇല്ലെങ്കിൽ BJPയോ നാട്ടിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഇന്നും ഭരണം കയ്യേറിയിട്ടില്ല. ദ ബാറ്റിൽ ഫോർ ധർമ്മ സ്റ്റിൽ കണ്ടിന്യൂസ്. വി ആർ നോട്ട് റീച്ച്ഡ് ടു ദ ക്ലൈമാക്സ്. ഇത് നോക്ക്, അതുകൊണ്ട് ചില സ്ഥലത്ത് അവർ, ചില സ്ഥലത്ത് ഞങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും.
അപ്പോ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാമല്ലോ താങ്കൾ ഒരു ആന്റി മുസ്ലിം ഇല്ലില്ല, ആളാണ്. എനിക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്ന് അവാർഡ് തരേണ്ടതാണ്. കാരണം ഞാൻ മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇവിടെ നോക്ക്, ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം പെൺകുട്ടികൾ ഡോക്ടർ ആവണമെന്നാണ്. ഞാൻ എങ്ങനെ അവർക്ക് എഗൻസ്റ്റ് ആകും? ഞാൻ പറയുന്നത് മുസ്ലിം പെൺകുട്ടികൾക്കെല്ലാം ഒരേ ഒരു ഹസ്ബൻഡ് വേണമെന്നാണ്. ആ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരാണെന്നാണോ? അസറത് മുഹമ്മദ് എന്താ പറഞ്ഞിട്ട് പോയത്? അതായത് ഇസ്ലാമിൽ മോണോഗാമിയാണ് റൂൾ, പോളിഗാമി ഈസ് എക്സെപ്ഷൻ. സോ അള്ളാവിന്റെ ഈസ് ദ സോൾ മെസഞ്ചർ ആസ് പെർ ഇസ്ലാമിക് കൺസെപ്റ്റ്. അത് നബിയാണ്. നബി എന്താണ് പറഞ്ഞത്? മുസ്ലിങ്ങൾ മോണോഗോമി പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെ പോളിഗോമിയും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, പക്ഷെ അതിന് റൂൾസ് ഉണ്ട്. യു ഹാവ് ടു ടേക്ക് കൺസെന്റ് ഫോർ ദ എക്സിറ്റിംഗ് വൈഫ് ആൻഡ് ദാറ്റ് കൺസെന്റ് ഹാവ് ടു ബി വോളണ്ടറി. അങ്ങനെ ഇപ്പൊ നടക്കുന്നുണ്ടോ? ദാ നോക്ക് സർ, നമ്മുടെ ഭരണഘടന എല്ലാവർക്കും ഉറപ്പ് നൽകിയിട്ടുണ്ട് അവരവരുടെ വിശ്വാസം സംരക്ഷിക്കാമെന്ന്. ഇല്ല, അവരുടെ ഇല്ലില്ല, അത് ഇഷ്ടപ്രകാരം തെറ്റായ അവർക്ക് കാര്യമാണ്. അവര് പറയുന്നത് പോലെ രാഷ്ട്രീയം അങ്ങനെ ചെയ്യുന്നില്ല. അതാണ് അവരോട് പറയാനുള്ള കാര്യം. ഡയറക്ട്ലി പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡന്റ് ആയിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് മുമ്പ് തന്നെ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ യൂണിഫോം സിവിൽ കോഡ് നിയമം പ്രാബല്യത്തിൽ വരുത്തണം. അതിലൂടെ ഈ ഭാരത നാട്ടിൽ ഒരു കോമൺ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കണം ഓൺ ഹ്യൂമൻ വാല്യൂ ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി. നമ്മുടെ രാഷ്ട്രീയം അതൊരിക്കലും അലോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ താങ്കൾ വളരെ വേഗം ഹിന്ദു രാജ്യമാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഭാരത നാട് തന്നെ ഹിന്ദു രാഷ്ട്രമാണ്. നിങ്ങളാണ് തെറ്റായിട്ട് ചിന്തിക്കുന്നത്. ഭാരത നാടിനെ ആരും ഹിന്ദു രാഷ്ട്രമാക്കേണ്ട ആവശ്യമില്ല. 6000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതം ഹിന്ദു രാഷ്ട്രമാണ്. ഭാരതത്തിൽ വേറെന്താ ഉള്ളത്? ഈ നാട്ടിലെ മുക്കിലും മൂലയിലും വീടുകളിലും മലകളിലും നദികളിലും എല്ലായിടത്തും ഹിന്ദുത്വം മാത്രമാണുള്ളത്. 6000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഹിന്ദുക്കളാണ്. നമ്മുടെ ചില രാഷ്ട്രീയക്കാർ പറയുന്നു ഹിന്ദു രാജ്യം ഉണ്ടാക്കിയെടുക്കണമെന്ന്. സാറേ, നമ്മൾ 6000 വർഷങ്ങളായിട്ട് ഹിന്ദുക്കളാണ്. ഇനി എത്ര കാലം കഴിഞ്ഞാലും നമ്മളെ നാട്ടിൽ ഹിന്ദു സിവിലൈസേഷൻ മാത്രമാണ് ഉണ്ടാവുക. ഞാൻ പുതുതായിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മുടെ ഋഷികളും മുനിവര്യന്മാരും ഹിന്ദു ധർമ്മത്തിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്ട്രോങ് ആയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഹിന്ദു തകർക്കാൻ മതം കഴിയില്ല. മറ്റുള്ള എല്ലാ മതങ്ങളുടെ ധർമ്മങ്ങളെയും അംഗീകരിക്കുന്ന ഒരു That മതം. is why I am speaking for the welfare of താങ്കൾ തന്നെ Muslim. പറയുന്നു പുതിയൊരു ഭാരതം സൃഷ്ടിക്കുമെന്ന്. അതിൽ ബാബറിന്റെ പേര് കാണില്ല, നിസാമിന്റെ ഹിസ്റ്ററി പഠിക്കാൻ അതവിടെ ഉണ്ടാകാനേ പാടില്ല. പാടില്ല. ബാർബർ ഒരു അക്രമിയായിരുന്നു. ബാർബറുടെ പേര് എന്തിനു പറയണം? അയാൾ ഒരു അക്രമിയായിരുന്നു. പടയെടുത്ത് നാശം വിതച്ചവന്റെ പേര് എന്തിനു പറയണം? അവനെ എന്തിനാ ഫേമസ് ആക്കുന്നത്? ബട്ട് നിങ്ങൾ പേര് പറഞ്ഞില്ലേ? ഞങ്ങൾ APJ അബ്ദുൽ കലാമിനെ എപ്പോഴും മതിക്കുന്നുണ്ട്. ഞങ്ങൾ മുസ്ലിങ്ങളെ വേർപെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. APJ അബ്ദുൽ കലാം ഈസ് വർഷിപ്ഡ് ബൈ മില്യൺസ് ഓഫ് ഇന്ത്യൻ എവറി ഡേ. ഈസ് അവർ ഐഡൽ. There are many Muslims figured in our country whom ordinary Indian worship every day. But അവരെ പോയി നിങ്ങൾ വർഷിപ്പ് ചെയ്യാൻ പറയരുത്, കാരണം അവർ അക്രമികളാണ്. ഇതാ നോക്കൂ, അജ്മൽ സാറല്ലേ, അദ്ദേഹം പല നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോദിജി ആഗ്രഹിക്കുന്നത് മുസ്ലിംസ് BJPക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ താങ്കളും യോഗി ആദിത്യനാഥും നിങ്ങൾ രണ്ടുപേരും മുസ്ലിങ്ങളെ വെറുക്കുന്നു ഇൻ എന്ന്. മൈ കേസ് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് 10 വർഷത്തിനപ്പുറം നോക്ക്, 15 വർഷത്തിനപ്പുറം നോക്ക്, 20 വർഷത്തിനപ്പുറം നോക്ക്. തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ BJPക്കാണ് വോട്ട് ചെയ്യുക. അതായത് പ്രത്യേകിച്ചും മുസ്ലിം പെൺകുട്ടികൾ. മുസ്ലിം പെൺകുട്ടികൾ വേറെ ആർക്കും വോട്ട് ചെയ്യത്തില്ല. ലെറ്റ് ദിസ് ബാറ്റിൽ കണ്ടിന്യൂ ഫോർ 20 years. ഒരേ ഒരു പ്രാവശ്യം നിങ്ങൾ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യവും ബഹുമാനവും കൊടുത്തു നോക്ക്. തലാഖിൽ നിന്നും മുക്തി, പോളിഗമിയിൽ നിന്നും മുക്തി, പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, ഈ എല്ലാ ഈക്കോസിസ്റ്റവും അവർക്ക് കിട്ടുകയാണെങ്കിൽ BJPയുടെ കോർ വോട്ട് ബാങ്ക് തന്നെ മുസ്ലിം പെൺകുട്ടികളെ കൊണ്ട് നിറയും. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും യോഗി ആദിത്യനാഥിനും ഒരു മത്സരം നടക്കുകയാണ്. യഥാർത്ഥ ഹിന്ദു ആരാണ് എന്നതിനെ കുറിച്ച്. ഇത് നോക്ക്, ഞാൻ ഒരേ ഒരു കാര്യമാണ് പറയുന്നത്. യോഗിജി വളരെ വലിയ ലീഡറാണ്. എനിക്കും അവർക്കും തമ്മിൽ ഒരു കമ്പാരിസണും ഇല്ല. ഞാൻ ചെറിയൊരു സംസ്ഥാനത്താണ് വരുന്നത്. UP എവിടെ ഇരിക്കുന്നു, അസം എവിടെ ഇരിക്കുന്നു? രണ്ടാളെയും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അത് വിട്ടേക്ക്. അസമിൽ ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു കാണിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് കാണിക്കും. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ കുറ്റാരോപണവും വിചാരണയും തുടരുന്നതായിരിക്കും. അദ്ദേഹം എന്താണ് പറയുന്നത് വെച്ചാൽ, ഹിമന്തിനോട് ഞാൻ പറഞ്ഞു ഡൽഹിയിലേക്ക് വരുന്ന സമയത്ത് വീട്ടിലേക്ക് വരണം, ഞാൻ എന്റെ കാറിൽ താങ്കളെ എല്ലായിടത്തും കൂട്ടിക്കൊണ്ട് പോകാമെന്ന്. ഇല്ല, കാറില്ല. അവരാദ്യം പറഞ്ഞത് വീട്ടിൽ ഭക്ഷണം തരാം,
പിന്നെ കാറിൽ ഇരിപ്പിക്കാന്ന. സോ ഐ ആം വെയിറ്റിംഗ് ബിക്കോസ് ഐ വാണ്ടഡ് ടു സീ ഈസ് ബിഗ് മെൻഷൻ ഫാസ്റ്റ്. വെൽക്കം ബാക്ക് ആപ്കി അദാലത്തിൽ. ഇന്ന് നമ്മുടെ അതിഥി ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എതിർക്കുന്നവരെ അപമതിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കളുടെ ഒരു ട്വീറ്റ് നോക്കാം. രാഹുൽ ഗാന്ധിയെ കുറിച്ച് താങ്കൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ കാണാൻ സദാം ഹുസൈനെ പോലെ ഉണ്ടെന്നാണ്. ആ സമയത്ത് അങ്ങനെയായിരുന്നു ഉള്ളത്. ദാറ്റ് ടൈം ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, രാഹുൽജി, യുവർ ഫേസ് ഈസ് മച്ച് ബെറ്റർ ദാൻ മെനി ഓഫ് us. യു ലുക്ക് സോ ഗുഡ്. എന്തിനാ ഇങ്ങനെ താടിയൊക്കെ നീട്ടി ചുറ്റുന്നെന്ന് ചോദിക്കും. ഷേവ് നന്നായിട്ടുണ്ടാകും, അത്രയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചില സമയങ്ങളിൽ താങ്കൾ പറയാറുണ്ട് അദ്ദേഹത്തിന്റെ മുഖം അമൂൽ ബേബിയുടെ കൂട്ടുണ്ട്. ആക്ച്വലി ശരിയാണ്. അമൂലിന്റെ പരസ്യത്തിൽ വരേണ്ട ഫേസും ഇതും തമ്മിൽ കറക്റ്റ് മേച്ചല്ലേ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ മുഖാണെങ്കിൽ ആരെ മുഖത്തിനോട് ഒത്തുപോകുന്നില്ല. പക്ഷെ ഇത് അപമതിക്കുന്ന പോലെ ഇല്ലേ? താങ്കൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അച്ഛൻ ആരാണെന്ന് പ്രൂഫ് തരാനല്ലേ? ഞാൻ പറയുന്നത് തെളിച്ച് പറയാണ്. അതായത് സർജിക്കൽ സ്ട്രൈക്ക് ആർമിയാണ് ചെയ്തത്. ആർമിയോട് നമ്മൾ പ്രൂഫ് ഒന്നും ചോദിച്ചിട്ടില്ല. ബിക്കോസ് വി ആർ നോട്ട് ഹാസ്കിംഗ് എനി പ്രൂഫ് ഫോർ ഹിം. ഇത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്, റിലേറ്റഡ് ടു ദ സാക്രിഫൈസ് ഓഫ് ആർമി ഹു ആർ ഫൈറ്റിംഗ് ഫോർ ആസ്കിംഗ് ദ ബോർഡർ. നിങ്ങൾ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പാരഗ്രാഫ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫ് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റല്ലേ? എന്ത് തന്നെയായാലും ഒരാളോട് നിങ്ങളുടെ അച്ഛൻ ആരാണെന്ന് പ്രൂഫ് ചോദിക്കുന്നത് ശരിയാണോ? അത് ശരി തന്നെയാ. അവരോട് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ഐ ആം നോട്ട് ആസ്കിങ്. നിങ്ങൾ താ എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആർമിയോടും തരാൻ പറയരുത്. രാഹുൽജി ഇത് സ്വീകരിച്ചേ മതിയാവൂ. ദർ വാസ് എ സർജിക്കൽ സ്ട്രൈക്ക്. Indian army has completely demoralized Pakistan. The way we don't ask for the proof of everything, you also don't ask proof from army. ഈ സ്റ്റേറ്റ്മെന്റിൽ തെറ്റെവിടെയാണ്? അത് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര വിജയകരമായി നടത്തുമ്പോൾ അദ്ദേഹത്തോട് താങ്കൾ പാകിസ്ഥാനിൽ പോയി നടത്താൻ പറയുന്നു. അത് ശരിയാണ്. അങ്ങനെയല്ലേ ചെയ്യൂ. എന്തെന്നാൽ ഭാരത് എവിടേക്കാണ് ഉടഞ്ഞിരിക്കുന്നത്? ഇല്ല, നിങ്ങൾ എന്നോട് ചോദിക്കേ. 1947 ഇന്ത്യ വേർപെട്ടു ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ന് ആർക്കെങ്കിലും ഇന്ത്യയെ ഒരുമിപ്പിക്കണമെന്ന് പറഞ്ഞ് യാത്ര ചെയ്യണമെങ്കിൽ അവർ പാകിസ്ഥാനിലല്ലേ ചെയ്യേണ്ടത്? ഭാരതത്തിൽ എന്തിനാണ് ചെയ്യുന്നത്? ഇന്ത്യ ഈസ് യുണൈറ്റഡ്. ശരി, പിന്നെയും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നാഗാലാൻഡിൽ പോയി ചെയ്യ്. എന്തെന്നാൽ അവിടെയാണ് ചില ആളുകൾക്ക് വേറെ തന്നെ നാട് വേണമെന്ന് പറയുന്നത്. അസമിലെ കാര്യം നോക്കൂ, അവിടെയും ആൽഫ സുമറിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സൗത്ത് ഇന്ത്യൻ ജനങ്ങൾ ഒരിക്കലും സൂരൻറ്റി ഡിമാൻഡ് ചെയ്യുന്നില്ല. പിന്നെ അവിടെ എന്തിനാ ചെയ്യുന്നേ? താങ്കൾക്കും രാഹുൽ ഗാന്ധിക്ക് എന്താണ് പ്രശ്നം? എനിക്കെന്ത് പ്രശ്ന? അവർക്കാണ് മോഡിജിയോട് പ്രശ്നം. ആദ്യം നിങ്ങൾ എന്താ ചോദിച്ചേ? പാർലമെന്റ് ഹൗസ് എന്തിനാ കെട്ടിയെന്ന്, ഇത്രയും പൈസ എന്തിനാ ചെലവിയെന്ന്. നൗ ദ പാർലമെന്റ് ഹൗസ് ഈസ് ഡൺ. ഇപ്പൊ നിങ്ങൾ മോദിജി എന്തിനാ ഇനോഗ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ രാഹുൽജിക്ക് പകരം പറഞ്ഞേ പറ്റൂ. എന്തെന്നാൽ നിങ്ങൾക്കും മോദിജിക്കും എന്താ പ്രശ്നം? മോദിജിയെ ഈ നാട്ടിലെ ജനങ്ങൾ വോട്ടിലൂടെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അല്ല, താങ്കൾ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ലല്ലോ. അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ഇല്ല, അവരെന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും രാഹുൽ ഗാന്ധിയുടെ അടുത്ത് നിന്ന് പഠിക്കണമെന്ന്. എന്താണ് പഠിക്കേണ്ടത്? അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് പഠിക്കാൻ എന്താ ഉള്ളത്? എന്താ തലവേദന തരുന്ന തരത്തിൽ സംസാരിക്കുന്നത്? അല്ല, ഒരേ ഒരു കാര്യം അവരുടെ കയ്യിൽ നിന്ന് പഠിക്കാനുണ്ട് എന്ന് കാണിച്ചതാ. അവരെന്തെങ്കിലും ഡിബേറ്റിംഗ് കോമ്പറ്റീഷനിൽ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം തന്നെ ഒരു സന്യാസി എന്നാണ് പറഞ്ഞത്. എന്ത് സന്യാസി? ഇവിടെ നോക്ക്, നിങ്ങൾ അമേഠിയില് ഞാൻ 1996 ജാലുബാരിയിലെ ഇലക്ഷനിൽ തോറ്റു. 2001 ഞാൻ അതേ നാട്ടിൽ ജയിക്കുന്നത് വരെ അവിടെ തന്നെ തപസ് ചെയ്തിരിക്കുകയായിരുന്നു. നിങ്ങൾ അമേഠിയെ വിട്ടിട്ട് കേരളത്തിലേക്ക് എന്തിനാ വന്നേ? നിങ്ങളല്ലേ ചാടിച്ചു വിട്ടത്. നിങ്ങൾ എന്തിനാ ഓടിയത്? അതേ അമേഠി മണ്ഡലമാണ് നിങ്ങളുടെ അച്ഛനെ ജയിപ്പിച്ച് MP ആക്കിയത്. നിങ്ങളെ MP ആക്കി. നിങ്ങൾ ഒരു പ്രാവശ്യം തോറ്റെന്ന് വെച്ച് അമേഠിയിലെ ജനങ്ങൾക്ക് മേൽ നിങ്ങൾക്ക് അത്രയും ദേഷ്യം വന്നോ? യു ആർ നോട്ട്. നിങ്ങളെടുത്തുനിന്ന് എന്താണ് പഠിക്കേണ്ടത്? എന്തിനു പഠിക്കണം? നിങ്ങൾ തോറ്റതിന് ശേഷവും മാസാമാസം അമേഠിയിൽ പോയി വന്നിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെടുത്തുനിന്ന് എന്തെങ്കിലും പഠിക്കാമെന്ന് വിചാരിക്കായിരുന്നു. എന്താണ് പഠിക്കേണ്ടത്? ആ ആളുടെ അടുത്ത് എന്താണുള്ളത്? ലണ്ടനിൽ പോയി ഇരുന്നിട്ട് നമ്മുടെ നാടിന് തമാശയാക്കുന്നത്, അതാണോ പഠിക്കേണ്ടത്?
ഇതിലെന്താണ് പഠിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറഞ്ഞാലും. മോദിജിയോട് പാർലമെന്റിൽ പോയിട്ട് ബൾബ് വേണമെന്ന് പറയുന്നത് അതാണോ അവരുടെ അടുത്ത് പഠിക്കേണ്ടത്? ഇല്ലല്ല, അതായത് പ്രിയങ്ക എന്താണ് പറയുന്നതെന്ന് വെച്ചാ മോദിയെ കണ്ട് അവർ പേടിക്കാതെ നിൽക്കുന്നത് കണ്ടുപഠിക്കാൻ പറയുന്നു. അവർ പേടിക്കുന്നില്ലേ? മോദിജിയെ കണ്ടിട്ട് അവർ പേടിക്കുന്നില്ലേ? ശരി, അവരെ നോക്കി പേടിക്കണ്ട, നിയമത്തെ പേടിക്കണമല്ലോ അല്ലേ? നിയമമാണല്ലോ അവരെ MP ഡിസ്ക്വാളിഫൈ ചെയ്തത്. ആ നിയമത്തോട് എന്തിനാ നിങ്ങൾ ദേഷ്യപ്പെടുന്നത്? അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ MP സ്ഥാനം നഷ്ടപ്പെട്ടത് അതിനെക്കുറിച്ച് ഇപ്പൊ നിങ്ങൾ തന്നെ പറ, രാഹുൽജിയുടെ മുൻപേ ഒരു NPയെയും ഇങ്ങനെ പുറത്താക്കിയിട്ടില്ലേ? കോൺഗ്രസിന്റെ തന്നെ 20 MP MLA പുറത്താക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി ഓർഡർ ആണത്. അതായത് നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ MP സീറ്റ് കാലിയായി പോകും. വൈ യു ആർ ചാലഞ്ചിങ് ദ ജഡ്ജ്മെന്റ് ഓഫ് ദ സുപ്രീം കോർട്ട്? വീണ്ടും വീണ്ടും നിങ്ങൾ മോഡിയാണ് ഡിസ്ക്വാളിഫൈ ചെയ്തതെന്ന് പറയുന്നു. ജസ്റ്റിസ് പട്നായിക്കാണ് നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്തത്. അത് പറയാൻ നിങ്ങൾക്ക് എന്താണ് നാണക്കേട്? ശേഷവും അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാ, അതായത് നിങ്ങൾ വേണമെങ്കിൽ എന്നെ MP സീറ്റിൽ നിന്ന് മാറ്റിക്കോളൂ, നിങ്ങൾ വേണമെങ്കിൽ എന്റെ മൈക്ക് ഓഫ് ചെയ്തോളൂ, എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഗാലി ചെയ്തോളൂ, ഞാൻ അദാനിയെ പറ്റി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. ഇപ്പൊ അവർ എവിടെയൊക്കെയാണ് സംസാരിക്കുന്നത്? എന്നാണോ ശരത് പവാറിന്റെ വീട്ടിൽ അദാനി പോയത്, അതിനുശേഷം രാഹുൽജി അദാനിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ, ശരത് പവാറിന്റെ വീട്ടിൽ ഗൗതം അദാനി പോകുന്നു, രാഹുൽജി ശരത് പവാറിനെതിരായിട്ട് ട്വീറ്റ് ചെയ്യണോ? പിന്നെ അശോക് ഗാലറ്റിന്റെ വീട്ടിൽ അദാനി പോകുമ്പോൾ രാഹുൽജി അശോക് ഗലാറ്റിനെതിരെയും ട്വീറ്റ് ചെയ്തോ? നിങ്ങളെന്താ അശോക് ഗലാറ്റിനെ ആ പദവിയിൽ നിന്ന് പുറത്താക്കാത്തത്? ഇത് നോക്ക്, അജ്രത് മുഹമ്മദിന്റെ അടുത്തൊന്നും പഠിക്കാനുണ്ട്. നിങ്ങളോട് മിഠായി കഴിക്കരുതെന്ന് പറയുന്നതിന് മുമ്പ് ഹി ലീവ്സ് ദ ഹാബിറ്റ് ഓഫ് ടേക്കിംഗ് സ്വീറ്റ്സ്. അങ്ങനെ നിങ്ങൾ അദാനിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് മുമ്പ് അശോക് ഗലാറ്റയുടെ സീറ്റ് ഒഴിവാക്ക്. നിങ്ങൾ അദാനിയെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് ശരത് പവാറിനും നിങ്ങൾക്കുമുള്ള റിലേഷൻഷിപ്പ് ഒഴിവാക്കി കാണിക്ക്. അത് കഴിഞ്ഞ് സംസാരിക്ക്. യു മസ്റ്റ് ലീവ് ബൈ എക്സാമ്പിൾ. പക്ഷേ താങ്കൾ രാഹുലിനെ മാത്രമല്ല, അദ്ദേഹവുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള പലരെയും, അതായത് പവൻ തേട അദ്ദേഹത്തെ സ്പോർട്സ് പേഴ്സൺ ആക്കി, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് താങ്കൾ അസം പോലീസിനെ പറഞ്ഞു വിട്ടു. ഇത് നോക്ക്, ഞാൻ നിയമം തെറ്റിച്ചാലും എന്റെ വീട്ടിൽ പോലീസ് വരിക തന്നെ ചെയ്യും. അതിനല്ലേ പോലീസ് ഉള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വീട്ടിലേക്ക് മാത്രമേ പോലീസ് പോകുന്നുള്ളൂ. ഞങ്ങളുടെ ആളുകളുടെ വീട്ടിലൊക്കെ എത്ര പോലീസ് വരുന്നതാ? അതൊക്കെ ആലോചിച്ച് ഞങ്ങൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാറാണ് പതിവ്. ഞാൻ ഫ്രം 1978 ഞാൻ അസമിലെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഈ നിലയിലേക്ക് വന്നത്. ഞാൻ അങ്ങനെ എത്രയോ പ്രാവശ്യം എൻ്റെ വീട്ടിലെ പോലീസ്, അത് ഇത് വിവാദം, അതായത് ഞാൻ ചെറിയ പ്രായത്തിൽ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഞാൻ അന്നൊന്നും കരഞ്ഞിട്ടേ ഇല്ല. നോക്കൂ, ആസാം പോലീസ് യഥാർത്ഥത്തിൽ ഒരു പവൻ കരാജിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾ ആദ്യം പോലീസിന് സറണ്ടർ ആവ്. കോടതി ഉണ്ടല്ലോ ഇവിടെ, അവര് നിങ്ങൾക്ക് ജാമ്യം തരും. എല്ലാവർക്കും എതിരായിട്ടും ഇങ്ങനെയാണ് പറഞ്ഞത്. കേജ്രിവാളും ആസാമിൽ വരികയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങളിപ്പോ എന്നെ പറ്റി പറഞ്ഞത് നിങ്ങൾ അസാമിലാണ് വന്ന് പറഞ്ഞതെങ്കിൽ നിങ്ങളെ മേൽ ഞാൻ കേസ് കൊടുക്കുമായിരുന്നു എന്നാണ്. ജയിലിടുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കേസ് കൊടുക്കും എന്ന് മാത്രമാണ് പറഞ്ഞത്. കേസ് എവിടെ കൊടുക്കും? അവിടെ പോലീസ് സ്റ്റേഷൻ ഒന്നുമില്ല, ഞാൻ കോടതിയിൽ കൊടുക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കളോട് അദ്ദേഹം ഡൽഹിയിലേക്ക് വരാൻ പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു, എന്റെ കാറിൽ കയറ്റി എല്ലായിടത്തും ചുറ്റി കറങ്ങാമെന്നും. കാറൊന്നും ഇല്ലെന്നേ. ആദ്യം അവരെനിക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞു, പിന്നെ കാറിൽ ഇരിപ്പിക്കാമെന്നും പറഞ്ഞു. സോ ഐ ആം വെയിറ്റിംഗ് ബിക്കോസ് ഐ വാണ്ട് ടു സീ ഹിസ് ബിഗ് മെൻഷൻ ഫാസ്റ്റ്. ഞാൻ ഒരു പ്രാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ ഒപ്പം കാറിലിരുന്നിട്ട് ഡൽഹി നന്നായിട്ട് ചുറ്റിക്കാണും. ഇല്ല, അദ്ദേഹം കറക്റ്റ് 10 ദിവസം മുമ്പ് എന്റെ ഗുവാഹട്ടി പ്രസ് കോൺഫറൻസിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കെജ്രിവാളിന്റെ ലെറ്ററിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക, എന്നെ എപ്പോഴാണ് വിളിക്കുന്നതെന്ന് അറിയാൻ. അത്ര നിലയിലൊന്നും ധൈര്യം ഇല്ലെന്നേ. ഇല്ല, താങ്കളെ വിളിക്കാനുള്ള ധൈര്യം ഇല്ലെന്നാണോ? അല്ല, ധൈര്യം എങ്ങനെ ധൈര്യം വരാനാ? ഞാൻ പോകുമ്പോ തന്നെ എന്റെ കൂടെ ഫോട്ടോഗ്രാഫറേയും കൂട്ടിയിട്ടല്ലേ പോകുന്നത്. വീട് ചുറ്റി ഫോട്ടോ എടുക്കുകയല്ലേ, പിന്നെ എങ്ങനെ ധൈര്യം വരാനാ? കേജ്രിവാളിനോട് താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഒരു ഭീരുവിനെ പോലെ സംസാരിക്കാൻ പാടില്ല, ആണുങ്ങളോട് ആണുങ്ങളെ പോലെ സംസാരിക്കണം. അവർ ആൺകുട്ടിയല്ലേ? അതായത് കെജ്രിവാൾജി ഒരു ഫെമിലിയർ എക്സീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് ഡൽഹി അസംബ്ലിയിലാണ് കോൾ ചെയ്തത്. അസംബ്ലിയിലെ റൂൾസ് എന്താണെന്ന് എനിക്കറിയില്ല. അവർ കോൾ ചെയ്യുന്നു, പിന്നെ അവരവിടെ ഒരു സ്പീച്ച് കൊടുക്കുന്നു, സെയിം വ്യൂസ്. പിന്നെ അവരവിടെ നിന്ന് ആ സഭയിൽ അവർ മോദിജിയെ എങ്ങനെയൊക്കെ ചീത്ത വിളിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചീത്ത വിളിക്കുന്നു. ഞാൻ ആദ്യം ആലോചിച്ചു, എന്തിനാ ഇവരിങ്ങനെ ചീത്ത വിളിക്കുന്നതെന്ന്. പബ്ലിക് മീറ്റിംഗ്, പ്രസ് കോൺഫറൻസ്, അതിലെല്ലാം അവർ അത് തന്നെയാണ് ചെയ്യുന്നത്.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അസംബ്ലിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരായി ഒരു കേസും വരില്ല എന്ന്. യു ആർ എൻജോയിങ് ദാറ്റ് പ്രിവിലേജ്. എന്തെന്നാൽ വിത്തിൻ അസംബ്ലി നിങ്ങൾ എന്ത് കാര്യം സംസാരിച്ചാലും നിങ്ങൾക്കെതിരായി കേസെടുക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ടേക്ക് ഷെൽട്ടർ ഓഫ് അസംബ്ലി ടു അറ്റാക്ക് ഹിസ് പൊളിറ്റിക്കൽ ഓപ്പണന്റ്. ദിസ് ഈസ് എ സിമ്പിൾ ഓഫ് ഗവർണൻസ്. സോ അത് വിട്ടിട്ട് പുറത്ത് വന്ന്, ആൺകുട്ടിയാണെങ്കിൽ പുറത്ത് വന്ന് സംസാരിക്കണ്ടേ? Why you take shelter of privileges as privilege of assembly? അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കേസ് ഇടുമല്ലോ. നിങ്ങളും കേസ് കൊടുക്കുന്നേ. ഞാൻ പോലീസിലല്ല കേസ് കൊടുക്കാൻ പോകുന്നത്, കോടതിയിലാണ് കേസ് കൊടുക്കാൻ പോകുന്നത്. എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷവും ഞാൻ അവരുടെ മുമ്പ് പോയി അവരെ തൊഴുത് എന്നെക്കുറിച്ച് സംസാരിച്ചതൊക്കെ നന്ദി പറയണോ? Why you expect that? ഹിമന്ത സാർ, ഞാൻ താങ്കളോട് പല ചോദ്യങ്ങളും ചോദിച്ചു. കോൺഗ്രസിനെ കുറിച്ച്, രാഹുൽ ഗാന്ധിയെ കുറിച്ച്, കേജ്രിവാളെ കുറിച്ച്, ആം ആദ്മി പാർട്ടിയെ കുറിച്ച്, ഹിന്ദുത്വയെ കുറിച്ച്, കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച്. താങ്കൾ ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാതെ പോയില്ല. കൃത്യമായ ഉത്തരം താങ്കൾ നൽകി. നമുക്ക് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജി പ്രദീപ് സിംഗിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമുക്ക് ഒരു കേസ് ഉണ്ടായിരുന്നു. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമയാണ് ആ കേസ്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജി പ്രസിദ്ധ പത്രപ്രവർത്തകനായ പ്രദീപ് സിംഗിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യത്യസ്തനായ ഒരു നേതാവാണ്. കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് പോയി, എന്നിട്ട് BJP-യുടെ ആശയങ്ങൾ മുഴുവനായിട്ടും ഉൾക്കൊള്ളാനും കഴിഞ്ഞു. അതായത് പാലിൽ പഞ്ചസാര ചേർക്കുന്നത് പോലെ അദ്ദേഹം ഒരു BJP-കാരനായി മാറി. അദ്ദേഹം മുൻപ് കോൺഗ്രസ് ആയിരുന്നു എന്ന് പോലും നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ചില BJP മുഖ്യമന്ത്രിമാരെ കാണുമ്പോൾ അവർ കോൺഗ്രസിൽ നിന്ന് വന്നവരാണെന്ന് നമുക്ക് തോന്നും. ജനാധിപത്യത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാ നേതാക്കൾക്കും ചില ക്വാളിറ്റികളൊക്കെ വളരെ അത്യാവശ്യമാണെന്ന് പറയാം. പക്ഷേ ഒരേ നേതാവിൻ്റെ അടുത്ത് തന്നെ എല്ലാ ക്വാളിറ്റികളും ഉണ്ടാവുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വേണം, അവരുടേതായ ഒരു വിഷണറി ഉണ്ടാവണം, അവരുടെ സ്റ്റേറ്റ്, അതായത് അവരുടെ സംസ്ഥാനത്തെപ്പറ്റി, രാഷ്ട്രത്തെപ്പറ്റി ഒരു വിഷൻ വേണം, അവയെ എങ്ങനെ വികസിപ്പിക്കാമെന്നതിനെ പറ്റിയും ഐഡിയകൾ വേണം. പിന്നെ ഈ ഐഡിയകൾ പ്രാവർത്തികമാക്കാനുള്ള കഴിവും വേണം. പിന്നെ നല്ല ഭരണനിർവഹണ പാഠവും വേണം. ഇതെല്ലാം ഹിമന്ത ബിശ്വ ശർമ്മയിൽ ഉണ്ട്. പക്ഷേ ഹിമന്ത ബിശ്വ ശർമ്മ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണം. അതായത് ചില സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ സംസാര പാഠവും കാരണം ചില അനാവശ്യ പ്രശ്നങ്ങളിൽ അദ്ദേഹം ചെന്ന് ചാടാറുണ്ട്. ചില സമയം ശരിക്കും പെട്ടതുപോലെ തോന്നും. അതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റണം. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു പ്രധാന ദേശീയ നേതാവായി വളരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ട്രക്ചറിനെ അദ്ദേഹം ശ്രദ്ധയോടെ സംരക്ഷിക്കണം. ഈ നീതിപീഠം അദ്ദേഹത്തെ എല്ലാ ആരോപണങ്ങളിൽ നിന്നും മുക്തനാക്കുന്നു. അതോടൊപ്പം എല്ലാ ഭാവുകങ്ങളും അദ്ദേഹത്തിന് നേരുന്നു. ഇന്നത്തെ അതിഥി ഹിമന്ത ബിശ്വ ശർമ്മ തുടർന്ന് ആസാം ജനങ്ങൾക്ക് ഇതുപോലെ സേവനം ചെയ്യും. ദേശം മുഴുവനും തന്റെ പേര് പ്രബലമാക്കും. മാത്രമല്ല നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ വളരെ കാലം തന്റെ വളർച്ചയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. ആപ്കി അദാലത്തിൽ ഞാൻ വീണ്ടും നിങ്ങളെ അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും മറ്റൊരു അതിഥിയോടൊപ്പം. നന്ദി.